ബ്ലോഗർമാരെ കൊണ്ടുവന്നുകൊണ്ട് AKG സെന്ററിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആളെ കൊണ്ടുവന്നുകൊണ്ട് KM ഷാജിയെ തറപറ്റിക്കാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ച ആളായെന്നാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ യുവാക്കൾ ഉണർന്നിരിക്കുന്നു, യുവാക്കൾ സജ്ജമാണ്, യൂത്ത് ലീഗ് സജ്ജമാണ്, യൂത്ത് കോൺഗ്രസ് സജ്ജമാണ്, UDF വേങ്ങരയിൽ ഒറ്റക്കെട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സഖാക്കളെ, ഇടതുപക്ഷക്കാരെ, ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ പൊന്നും ചിഹ്നമായ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം എവിടെയാണ് നിങ്ങളുടെ ചിഹ്നമുള്ളത്? എന്തിനാണ് നിങ്ങളുടെ ചിഹ്നം നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതുപോലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ചിഹ്നമായി ഉപയോഗിക്കേണ്ട അരിവാൾ ചുറ്റിക നക്ഷത്രം ഏതോ പണക്കാരന്റെ മുമ്പിൽ നിങ്ങൾ അടിയറ വെച്ചിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പണക്കാർക്ക് തീരെ എഴുതി കൊടുക്കുവാനുള്ളതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നുള്ളത്. രാഷ്ട്രീയം എന്നുള്ളത് പണക്കാർക്ക് തീരെ എഴുതി കൊടുക്കുവാനുള്ളതല്ല. വേങ്ങരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷക്കാരനാണോ SDPI-കാരനാണോ, ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ SDPI-ന്റെ സ്ഥാനാർത്ഥിയാണ്, ആരുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് നിങ്ങൾ ഇവിടെ വ്യക്തമായി ഇവിടുത്തെ സമൂഹത്തോട് പറയണമെന്നാണ് യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിനും ഈ യുവാരവത്തിലൂടെ സൂചിപ്പിക്കുവാനുള്ളത്. അഭിവന്ദനായ KM ഷാജി സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഉജ്ജ്വലമായ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, കൃത്യമായ രീതിയിൽ പ്രഖ്യാപനങ്ങൾ, കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇവിടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റായി വരുന്ന ഇമ്രാൻ പ്രതാപ് ഗഡ്ഗിയും അതോടൊപ്പം KM ഷാജിയും ഷെരീഫ് കുറ്റൂർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായ രീതിയിൽ ഇവിടെ രാഷ്ട്രീയം പറയും. ആ രാഷ്ട്രീയം നമുക്ക് പറയാനുണ്ട്. രാഷ്ട്രീയമാണ് നമുക്ക് പറയാനുള്ളത്, അല്ലാതെ ഒരു സ്ക്വയറിനെ കുറിച്ചല്ല നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ വികസനങ്ങളെ കുറിച്ച്, പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച്, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, കേരളമായി അഭിമുഖീകരിച്ചു കൊണ്ടുവന്ന പ്രയാസങ്ങളെ കുറിച്ച്, ഇടതുപക്ഷ ദുർഭരണത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതല്ലാതെ കുട്ടികളെ മാമാങ്കമായി ഒരു സ്ക്വയർ നിർമ്മിച്ച് അവിടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കണ്ണും കരളുമുള്ള ഇവിടുത്തെ ചെറുപ്പക്കാർ അതിനൊക്കെ അറബിക്കടൽ രാജ്യങ്ങളിലേക്ക് തള്ളിമാറ്റുമെന്നാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഒരു സ്ക്വയർ ഉണ്ടാക്കി അവിടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് അതൊരു സാമ്രാജ്യമായി, അതൊരു രാഷ്ട്രീയമായി കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്ന രാഷ്ട്രീയം അതല്ല. 10 വർഷമായി ഇവിടെ ദുർഭരണം നടത്തുന്ന ഇടതുപക്ഷക്കാരന്റെ പൊയ്മുഖം ജനമധ്യത്തിൽ ഞങ്ങൾ നാളെ മുതൽ തുറന്നടിക്കാൻ പോവുകയാണ്. നാളെ മുതൽ പരസ്യ പ്രചരണം നടക്കാൻ പോവുകയാണ്. കവലാന്തരം, ഗ്രാമാന്തരം ഞങ്ങൾ നാളെ പറയാൻ പോവുകയാണ്. രാഷ്ട്രീയം പറയാൻ പോവുകയാണ്. സ്ക്വയർ അല്ല പറയാൻ പോകുന്നത്, രാഷ്ട്രീയം പറയാൻ പോവുകയാണ്. പിണറായി വിജയന്റെ ദുർഭരണം പറയാൻ പോവുകയാണ്. മരുമോന്റെ അഴിമതികൾ പറയാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന്റെ കള്ളത്തരങ്ങൾ നാളെ മുതൽ തുറന്നു കാണിക്കാൻ ഞങ്ങൾ നാളെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്ക്വയറിനെ കുറിച്ചല്ല ഞങ്ങൾ പറയാനുള്ളത്, ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ചല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്, സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത രാഷ്ട്രീയത്തിലൂടെ ഞങ്ങൾ നാളെ സമൂഹ മധ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ മൈക്യ പ്രചരണവുമായി കവലാന്തരം, ഗ്രാമാന്തരം, ഹൃദയങ്ങളിലേക്ക്, വോട്ടർമാരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലാൻ പോകുകയാണ്. പ്രിയപ്പെട്ട KM ഷാജി നമുക്കറിയാം, നിലപാടിന്റെ നായകനാണ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, UDF-ന്റെ നായകനാണ്. വേങ്ങര നിയോജക മണ്ഡലത്തിലേക്ക് പ്രിയപ്പെട്ട പാണക്കാട്ട് തങ്ങളെ പ്രഖ്യാപിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമുക്ക് നൽകിയ നമ്മുടെ സ്ഥാനാർത്ഥിയാണ് KM ഷാജി. ആ KM ഷാജി സാഹിബിനെ നിങ്ങൾ നേരിടുന്നത് വേങ്ങരക്കാർ മാത്രമല്ല, ഞങ്ങൾക്ക് കാഴ്ചയുണ്ട്, ഞങ്ങൾക്ക് അതിവിശാലമായ കാഴ്ചപ്പാടുണ്ട്. അങ്ങകലെ AKG സെന്ററിൽ നിന്നുള്ള ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ആളുകൾ ഈ വേങ്ങരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കാണാനുള്ള കാഴ്ചപ്പാട് ഇവിടുത്തെ യൂത്തിനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്രയാണോ ഭൂരിപക്ഷം വാങ്ങിയിട്ടുള്ളത്, അതിലും ഒരു വോട്ട് ഏറെ വാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ട KM ഷാജിയെ വേങ്ങരയുടെ നായകനായി ഞങ്ങൾ തെരഞ്ഞെടുക്കുമെന്നാണ് അത്തരക്കാരോട് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രസംഗം നീണ്ടുപോകുമെന്ന ഭയത്താൽ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ നന്നായി രാഷ്ട്രീയം പറയും. സ്ക്വയറിനെ കുറിച്ചല്ല,
അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ കുറിച്ചല്ല, മറ്റുള്ള രസകരമായ മറ്റുള്ള കാര്യങ്ങളല്ല. ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്ത് നമ്മുടെ ഹോട്ടലുകളിൽ കട്ടൻ ചായ കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ഹോട്ടലുകൾ അടച്ചുപൂട്ടി ഈ രാജ്യം വലിയ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. ഈ സംസ്ഥാനം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കൂലി തൊഴിലാളികൾ, ഇവിടുത്തെ ചെറുകിട ബിസിനസ്സുകാർ, ഇവിടുത്തെ ക്രഷർ, ഇവിടുത്തെ കോറി എല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എല്ലാവരും വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് കണ്ടേ പറ്റൂ. ഒരു പരിഹാരം നമുക്ക് കണ്ടേ പറ്റൂ. ഐക്യ ജനാധിപത്യ മുന്നണി മെയ് 4-ാം തീയതി വോട്ടെണ്ണി നമ്മൾ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇടതിന്റെ ദുർഭരണം ഇവിടെ അവസാനിപ്പിക്കും. അതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, നിങ്ങൾ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. RSSനെ കൂട്ടുപിടിച്ച്, SDPIയെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇവിടുത്തെ വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. പല മണ്ഡലങ്ങളിലും നിങ്ങൾ അത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് പച്ച സത്യമാണ്, പച്ച പരമാർത്ഥ്യമാണ്. അതൊക്കെ ഇവിടുത്തെ ജനങ്ങളോട് പറയേണ്ട കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളൊക്കെ പ്രബുദ്ധ രാഷ്ട്രീയക്കാരാണ്, എല്ലാം വിലയിരുത്തുന്നവരാണ്, എല്ലാം പഠിച്ചവരാണ്, എല്ലാം പഠിക്കുന്നവരാണ്, നന്നായി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ, മലയാളികളെ കബളിപ്പിക്കാമെന്ന, വഞ്ചിപ്പിക്കാമെന്ന വ്യാമോഹം ഇടതുപക്ഷക്കാരാ നിനക്ക് വേണ്ട. വേങ്ങര UDFന്റെ ഉരുക്കു കോട്ടയാണ് അത്. വോട്ടെണ്ണുമ്പോ ഇതിന്റെ പ്രഖ്യാപനം വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. മുതലാളിമാരുടെ, ഇവിടുത്തെ മുതലാളിയുടെ ഈ കുത്തക ഈ വേങ്ങരയിൽ ഈ ഇലക്ഷനോട് കൂടി ഞങ്ങൾ അത് അവസാനിപ്പിച്ചിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവര്, ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി, ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തുന്നത് ഇമ്രാൻ പ്രതാപ്ഗിരി എന്ന് പറയുന്ന മികച്ച പാർലമെന്റേറിയനായ, നമുക്കറിയാം നമ്മുടെ കോഴിക്കോടും നമ്മുടെ ഇവിടുത്തെ UDFന്റെ പരിപാടിയിലൊക്കെ ശ്രദ്ധേയനായ പ്രഗത്ഭനായ കോൺഗ്രസിന്റെ MP. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ ഈ ചടങ്ങ്, ഇവിടെ യുവാരവം പരിപാടി, UDYF വേങ്ങര മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച യുവാരവം പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ നായകൻ, നമ്മുടെ മുൻ MLA, നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രതിപക്ഷ ഉപനേതാവ്, ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിനും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ പ്രിയങ്കരനായ KM ഷാജി സാഹിബ്, രാഷ്ട്രീയ നിലപാടിന്റെ നായകനാണ് KM ഷാജി സാഹിബ്. അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു പ്രസംഗം, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കുള്ള വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടും ഒരു രാഷ്ട്രീയ പ്രസംഗവും ബഹുമാനപ്പെട്ട KM ഷാജി സാഹിബ് ഇവിടെ നടത്തും. ബഹുമാനപ്പെട്ട ഷാജി സാഹിബിന് യുവാരവം പരിപാടിയിൽ വേങ്ങര മണ്ഡലം UDYF സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ പങ്കെടുത്ത് സംസാരിക്കുന്ന MSFന്റെ ദേശീയ അധ്യക്ഷൻ PV അഹമ്മദ് സാജുവിന് അദ്ദേഹവും പ്രിയപ്പെട്ട MP-യുടെ കൂടെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ, ഈ നാട്ടുകാരനായ ഷെരീഫ് കിറ്റൂർ കൃത്യമായ രീതിയിൽ ഇവിടെ പ്രഭാഷണം നിർവഹിക്കും. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ UDFന്റെ മണ്ഡലം ചെയർമാൻ PH റീദ്, കൺവീനർ PK അലി അക്ബർ സാഹിബ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിലുള്ള മലപ്പുറം ജില്ലാ UDF ചെയർമാൻ അഭിനന്ദനായ KP അബ്ദുൽ മജീദ് സാഹിബ്, ജസീർ പള്ളിവയൽ, നാസിൽ പൂവിൽ, അഡ്വക്കേറ്റ് പ്രജിത്ത്, P മുഹമ്മദ് അനീഫ തുടങ്ങിയ എല്ലാവരെയും, നൗഫൽ മമ്പീദ് ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, MSFന്റെ നേതാക്കന്മാർ, അതുപോലെ വിവിധ ഘടകങ്ങളുടെ UDFന്റെ വിവിധ ഘടകങ്ങളുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, വേദിയിലിരിക്കുന്ന മുഴുവൻ പേരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് PK ഫിർദോസ് അവരെ ക്ഷണിച്ചുകൊണ്ട് ചുരുക്കുന്നു. ജയ് UDF.
ഏറ്റവും ബഹുമാനം നിറഞ്ഞ UDFിൻ്റെ മലപ്പുറം ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട KP അബ്ദുൽ മജീദ് മാസ്റ്റർ, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായിട്ടുള്ള KM ഷാജി അവർകൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത് പുള്ളാട്ടു ഷംസു, ജനറൽ സെക്രട്ടറി യൂത്ത് ലീഗ്, ഇവിടെ എത്തിയിട്ടുള്ള PA ചെറി സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA, നമ്മുടെ പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള PK കുഞ്ഞാവി സാഹിബ് അവർകൾ, ഇവിടെ മുഖ്യപ്രഭാഷണം ചീഫ് ഗസ്റ്റായിട്ട് എത്താൻ പോകുന്ന നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന നമ്മുടെ രാജ്യസഭാ MP, അതേപോലെ തന്നെ കവിതയിലൂടെ രാഷ്ട്രീയം സംസാരിക്കുന്ന പ്രിയപ്പെട്ട ഇമ്രാൻ പ്രതാപ് ഗർഹി, അതുപോലെ തന്നെ നമ്മുടെ UDFിൻ്റെ കൺവീനറായിട്ടുള്ള PK അലി അക്ബർ, PV അഹമ്മദ് ഷാജു, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഷെരീഫ് കുറ്റൂർ, പ്രിയപ്പെട്ട ജഷീർ പള്ളിവയൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള നാസിൽ പൂവിൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രജിത്ത്, അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ P മുഹമ്മദ് അനീഫ, നൗഫൽ M. പ്രിയപ്പെട്ടവരായിട്ടുള്ള വേങ്ങര നിയോജക മണ്ഡലത്തിലെ യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കർമ്മഭടന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ വലിയ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടാൻ പോകുന്നത്. നമുക്കും വലിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് എതിരെ നിൽക്കുന്ന ഇടതുപക്ഷത്തിനും ഇത് വലിയൊരു പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സർക്കാരുകളുടെ ഭൂപടം എടുത്തു നോക്കിയാൽ അതിലൊരു മഞ്ചാടിക്കുരു പോലെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ചെറിയൊരു ചുവപ്പ് പൊട്ടുണ്ട്. ആ പൊട്ട് പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ, ഈ 2026 തെരഞ്ഞെടുപ്പിലൂടെ അത് ഇല്ലായ്മ ചെയ്തു പോവുകയാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത്, അവർ ശക്തി ആർജിക്കും, ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിലനിൽപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അവർ തുടക്കം കുറിക്കും. അതിനെതിരെ ശക്തമായിട്ട് UDYFിൻ്റെ മുഴുവൻ അംഗങ്ങളും ശക്തമായിട്ട് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് വരും ദിവസങ്ങളിൽ, ഇനി വെറും 9 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾ പൂർണ്ണ സമയവും ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് ഈ നമ്മുടെ പ്രിയപ്പെട്ട സാരഥി, നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന അഴീക്കോട് നിന്ന് വന്ന് അഴീക്കോടിനെ പച്ച അണിയിപ്പിച്ച് നമ്മുടെ ത്രിവർണ്ണ പതാക അവിടെ പുതപ്പിച്ച ഈ ഒരു ഇപ്പോഴും കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയൊക്കെ ഒരേ സ്വരത്തിൽ ഈ നാടിൻ്റെ ആവശ്യകത ഉണർത്തി എപ്പോഴും പറയുന്ന നമ്മുടെ KM ഷാജി അവർകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും 100% പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നുണ്ടായ 2 സംഭവ വികാസങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം. ഞാൻ ഇന്ന് കൃഷിഭവനിൽ കയറി ചെന്നപ്പോൾ അവിടെ എല്ലാവർക്കും ഊരവേദന, 2 സ്റ്റാഫാണുള്ളത്, ഒരു കൃഷി ഓഫീസറും ഒരു സ്റ്റാഫാണുള്ളത്. അവരെ ഊരവേദനയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പോൾ ഊരവേദനയൊക്കെ വരാൻ കാരണം? നിങ്ങൾ ഒരാൾ അരീക്കോട് നിന്നാണ് വരുന്നത്, ഒരാൾ വണ്ടൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബസ്സിൽ കൂടുതൽ സമയം യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അതായിരുന്നു ഇത്ര കാലം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ജോലിയില്ല, ഫീൽഡിലൊന്നും പോവേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർക്ക് കർഷകർക്ക് കൊടുക്കേണ്ട 3ാമത്തെ ഗഡു അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കർഷകരാകെ അങ്കലാപ്പിലാണ്. കർഷകർ നിരന്തരം
കൃഷിഭവനിൽ വന്നിട്ട് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ ചോദിക്കുകയാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രതിപക്ഷം വളരെ മോശമായതുകൊണ്ട്, പലപ്പോഴും കൃഷി ഓഫീസറൊന്നും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. ഞങ്ങളോട് പറഞ്ഞു, പ്രതിപക്ഷം വളരെ മോശമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. അതിനുള്ള പേപ്പർ വർക്ക് പോലും ചെയ്യാതെയാണ് ഈ ഒരു വാർഷിക പദ്ധതി അവസാനിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വരും സർക്കാരിന് ഒരു അധിക ബാധ്യതയായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ പടിയിറങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഒരു 5 മണിക്ക് ഒരു അംഗനവാടി ടീച്ചർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കുള്ള പെൻഷൻ കിട്ടിയിട്ടില്ല, ആ പെൻഷൻ എന്താണ് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നോക്കണം എന്ന് പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സേവനയിൽ എന്തുകൊണ്ടാണ് പെൻഷൻ വരാത്തത് എന്നൊക്കെ നമ്മളെപ്പോഴും നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആധാർ തരികയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ പെൻഷൻ ഏത് പെൻഷനാണ് നിങ്ങൾ വാങ്ങാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അംഗനവാടി ടീച്ചർ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത് 2500 രൂപയാണ് എനിക്ക് കിട്ടാറുള്ളത്, അംഗനവാടി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പെൻഷനാണെന്നാണ്. അപ്പോൾ 3 മാസമായിട്ട് അംഗനവാടിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചർമാർക്കുള്ള പെൻഷൻ പിടിച്ചു വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ മുന്നേ ആയി ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ 50 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക്, അതും മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡുമായിട്ടുള്ള ആളുകൾക്ക് ഒരു സ്ത്രീ സുരക്ഷ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, സർക്കാർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, അത്തരത്തിലുള്ള പെൻഷനായിരുന്നു ഈ പാവപ്പെട്ട സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഈ പാവപ്പെട്ട കർഷകർക്കൊക്കെ നമ്മുടെ സർക്കാരുകൾ നടത്തിക്കൊടുത്തിരുന്നത്. അത് തടഞ്ഞു വെച്ചുകൊണ്ടാണ് വളരെ കുറച്ച് മാസങ്ങൾക്ക് മാത്രം, ഒരു 4-5 മാസങ്ങൾക്ക് മാത്രം ഈ സ്ത്രീ സുരക്ഷ എന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിച്ചിലാവാൻ വേണ്ടി മാത്രം, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവര് ഒരു റിസ്ക്കുമില്ലാതെ കഴിച്ചിലായത് അവർക്ക് കിറ്റ് നൽകിക്കൊണ്ടാണ്. ഈ ജനങ്ങളെ വിടുകളാക്കിക്കൊണ്ട് 2-3 മാസത്തേക്ക് കിറ്റുകൾ നൽകിക്കൊണ്ട് അവർ ഈ ഭരണം പിടിച്ചതെങ്കിൽ ഇപ്പോൾ അത് ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന 4-5 മാസം മാത്രം കിട്ടാൻ പോകുന്ന ഒരു പെൻഷൻ നൽകിക്കൊണ്ടാണ്. അതും ഈ അടുത്ത കാലത്തായി സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരത് ഇറങ്ങുമ്പോൾ ആ പുതിയ സർക്കാരിന് അത് അധിക ബാധ്യതയായിട്ട് മാറാൻ പോവുകയാണ്. വി ഡി സതീശൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഖജനാവ് നിറച്ചാൽ മാത്രമേ ഇനി ആ പെൻഷൻ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ വേങ്ങര നിയോജക മണ്ഡലം നമ്മുടെയൊക്കെ കുത്തക മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ കുത്തക മണ്ഡലമായിട്ടുള്ള ഈ ഒരു വേങ്ങര നിയോജക മണ്ഡലം അവർ ഇപ്പോൾ പറയുന്നത് തൂക്കുമെന്നാണ്. ഇത് ഞങ്ങൾ തൂക്കുമെന്നാണ് അവർ പറയുന്നത്. അതിനെ പ്രിയപ്പെട്ട PK ബഷീർ MLA ശബ്ദത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറയട്ടെ, നിങ്ങൾ പുകഴ്ത്തുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, വളരെ 3 മാസമായിട്ടേ ഉള്ളൂ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട്. നമുക്കറിയാം, പല പഞ്ചായത്തിലും ഭരണം പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി ഇവിടേക്ക് വന്നിട്ട് 6 പഞ്ചായത്തുള്ള നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്ത് ഭരണം പോയിട്ട് പല പഞ്ചായത്തിലും 2 മെമ്പർമാരെ പോലും നിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പഞ്ചായത്ത് റിസൾട്ട് അവർക്ക് നൽകിയിട്ടത്. ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയമാണ്. ഇവിടെ പ്രിയപ്പെട്ട ഷംസു സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ വീടുകളിൽ കയറി ചെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ച പല കാര്യങ്ങളുണ്ട്, ഞങ്ങളതൊന്നും മറന്നു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ബാർക്കോയ അവർ ഈ തെരഞ്ഞെടുപ്പ് പറയുന്നുണ്ടോ? സോളാറ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ടോ? ഇല്ല, പറയില്ല. കാരണം അതൊക്കെ അവർക്ക് തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുക. ബാർക്കോയ പറഞ്ഞ് ഭരണം പിടിച്ചവർ ഇന്ന് ആ പാർട്ടിയെ തന്നെ ചുമലിലേറ്റി നടക്കുന്നൊരവസ്ഥ. അതുപോലെ തന്നെ സോളാറിൽ അവർ പറഞ്ഞിരുന്നത് KB ഗണേഷ് കുമാറിൻ്റെയും സരിതയൊക്കെ ബന്ധങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും ചെയ്തു. ഇന്ന് ആ മന്ത്രിയെ അവർ മന്ത്രിയാക്കിയിരിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറയാൻ പോകുന്നില്ല. എന്നാൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഓരോ വീട് കയറി പറയാൻ പോകുന്നത് അന്നുണ്ടായ എല്ലാ സംഭവ വികാസനങ്ങളാണ്. നിങ്ങൾ പടച്ചുവിട്ട ഓരോ സംഭവ വികാസനങ്ങളും ഓരോ അപവാദങ്ങളും ഞങ്ങൾ ഓരോ വീട് കയറി പറഞ്ഞ് അതിൻ്റെ ഇന്നത്തെ നിജസ്ഥിതി ഞങ്ങൾ വിളിച്ചു പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിലേക്ക്
സംസാരിക്കുന്നതിന് വേണ്ടി ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ UDFന്റെ കരുത്തനായിട്ടുള്ള ചെയർമാൻ പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫിർദൌസ്, പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ഷാജി സാഹിബ്, ശ്രീ ഷരീഫ് കുറ്റൂർ, അസ്ലു, പ്രിയപ്പെട്ട പള്ളിയിൽ രാജശേഖർ പള്ളിയിൽ നമ്മളെ പാർട്ടിക്കാരനാണ് പള്ളിയിൽ, പ്രിയമുള്ള ശ്രീ PA ജറീദ്, PK അലി അക്ബർ, PV അഹമ്മദ് ഷാജൂസ്, നാസർ മോഹൽ, അഡ്വക്കേറ്റ് പ്രജിത്ത്, P മുസ്തഫ, നഫൽ ബാബു, പുള്ളാട്ട് ഷംസു, പ്രിയമുള്ള ഈ ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇതൊക്കെ കാണുമ്പോൾ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയോ അതിൻ്റെ പ്രവർത്തകരോ ഒന്നും ഇങ്ങോട്ട് വന്നാൽ ആ പണി നിർത്തി നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ തരും. അതിന് മാത്രം യുവാക്കളാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇത്രമാത്രം രാഷ്ട്രീയ ബോധമുള്ള യുവാക്കൾ വേങ്ങരയിലുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഒരു പരിപാടികളോടുകൂടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായി മാത്രം അതിനെ കണ്ടാൽ പോരാ. 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിൻ്റെ 2ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നാം തുടങ്ങി വെക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തെല്ലാം യാതനകളും പീഡനങ്ങളുമാണ് പ്രത്യേകിച്ച് യുവാക്കൾ അനുഭവിച്ചത്? എത്രയെത്ര യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും എത്രയെത്ര ലാത്തിച്ചാർജുകളും പീഡനങ്ങളും ഉണ്ടായി. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തിയല്ലോ, ഒരു കോടിക്കണക്കിന് രൂപയുടെ ബസ്സും വാങ്ങി, എന്തിനാ പേര് ഞാൻ മറന്നുപോയി. ആ യാത്രയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ എത്രയെത്ര ചെറുപ്പക്കാരെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു. ഇന്നും എറണാകുളം ജനറൽ ആസ്പത്രിയിൽ 4-5 യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും പരിക്ക് പറ്റി കിടക്കുകയാണ്, മാസം കഴിഞ്ഞിട്ടും. എത്രയെത്ര ഈ 15-10 വർഷങ്ങൾ കൊണ്ട് എത്രയെത്ര ചെറുപ്പക്കാരെ ഞങ്ങൾ ബലിയാടുകളാക്കി. എത്രയെത്ര ചെറുപ്പക്കാരുടെ നെഞ്ചിലേക്ക് നിങ്ങൾ കത്തി ആഞ്ഞു കുത്തി. കൃപേഷും ശരത് ലാലും അരിയൽ ശുക്കൂറും അടക്കമുള്ള സിദ്ധാർത്ഥൻ അടക്കമുള്ള എത്രയെത്ര യുവ ചെറുപ്പക്കാരെ നിങ്ങൾ ബലിയാടുകളാക്കി. എത്ര പേരുകൾ ക്രൂരമായി പീഡിപ്പിച്ചു. ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നടത്തിയില്ലേ? ഭരണം കിട്ടി എന്നുള്ള അഹങ്കാരം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്തു? ഈ ഭരണം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത്? ആർക്കെങ്കിലും നേട്ടമുണ്ടായോ? കേരളത്തിലെ കർഷകർക്ക് നേട്ടമുണ്ടായോ? വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടായോ? യുവാക്കൾക്ക് നേട്ടമുണ്ടായോ? വ്യവസായികൾക്ക് ആർക്കും നേട്ടമുണ്ടായത് മുഖ്യമന്ത്രിയും കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങൾക്കുമാണ്. മുഖ്യമന്ത്രിൻ്റെ വീട്ടിൽ കെട്ടിത്തീർത്തൊരു പെൺകുട്ടിയുടേനു, ആ പെൺകുട്ടിനെ മന്ത്രിനെ കൊണ്ട് കെട്ടിച്ചു, ഓനെ പൊതുപരമാകത്ത് മന്ത്രിയാക്കി. തന്നെ കുട്ടിക്കൊരു പുതിയാപ്പളിനെ കിട്ടി അല്ലേ? വേറെ എന്ത് നേട്ടമാണ്? കോടിക്കണക്കിന് രൂപ നിങ്ങൾ കോഴ വാങ്ങി, നിങ്ങളുടെ പാർട്ടിക്കാരും നിങ്ങളുടെ പാർട്ടിയും കോഴ വാങ്ങി അല്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ED നോട്ടീസുമായി പോയിട്ടില്ല. അത് ക്ലിഫ് ഹൗസിലേക്കാണ് പോയത്. ആ ക്ലിഫ് ഹൗസ് അത്ര ചെറിയ ഒരു കെട്ടിടമാണോ? ബഹുമാനനായ K കരുണാകരൻ, CH മുഹമ്മദ് കോയ, അച്യുതമേനോൻ, EK നായനാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി, AK ആന്റണി, PK വാസുദേവൻ നായർ, EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ള എത്രയോ മുഖ്യമന്ത്രിമാർ താമസിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മക്കളുമുണ്ട്. അവരുടെ മക്കളുടെ പേരിൽ ED നോട്ടീസ് വന്നിട്ടില്ല. പിണറായി വിജയന്റെ 2 മക്കളുടെ പേരിൽ ED നോട്ടീസുമായി വന്നിരിക്കുന്നു. നാണമുണ്ടോ നിങ്ങൾക്ക്?
ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? CPM നാണമുണ്ടോ? ക്ലിഫ് ഹൗസ് പോയാൽ അല്ല കഥ. ഒരു 75-80 കോടി റുപ്യക്കാണ് ഒരു തൊഴുത്തുണ്ടാക്കിയിട്ട്. തൊഴുത്ത് എയർ കണ്ടീഷനാ. ഞാനൊരിക്കൽ പോയപ്പോൾ അതിൽപ്പെട്ടൊരു പശുവായി കിട്ടുന്ന മതി വിചാരിച്ചു. അത്ര സുഖം. ആരെ വീടാണ്, ആരെ തൊഴുത്ത ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയോ? സാധാരണക്കാരൻ്റെ, പട്ടിണിക്കാരൻ്റെ, കയ്യൂരിൻ്റെയും കഴിച്ചുപള്ളിയുടെയും ത്യാഗകഥ പറയുന്ന, എത്രയെത്രയോ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ ദരിദ്രനാരായന്മാരുടെ പാർട്ടിയായ CPM-യുടെ നേതാവ് മുഖ്യമന്ത്രി പിണറായിന്റെ വീതിയിൽ 80 ലക്ഷം രൂപ ഉണ്ടാക്കി എയർ കണ്ടീഷൻ തൊഴുത്തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ 3 മാസം മുമ്പ് 2 കോടി റുപ്യയുടെ 2 കാറാവും പേര് വാങ്ങിയത്. ഇവിടെ തൊഴിലില്ലായ്മ പെൻഷൻ കൊടുക്കാൻ വയ്യ, ഇവിടെ ഒരു പെൻഷനും കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോഴാ 2 കോടി റുപ്യൻ്റെ 2 കാർ മൂപ്പര് വാങ്ങുന്നത്. എന്ത് പറഞ്ഞാലും ധിക്കാരം. കടക്കടാ പുറത്ത്, ആരടാ എടാ പോടാ. ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കണ്ടുപിടിക്കണ്ടേ? ജനസമ്പർക്ക പരിപാടിയിൽ മലപ്പുറത്ത് അദ്ദേഹം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. പ്രഭാതം മുതൽ രാത്രി 2 മണി വരെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ജനങ്ങളുടെ പരാതി കേൾക്കുകയായിരുന്നു. 2 മണിക്ക് കാറിൽ കയറുമ്പോൾ കാലിൽ നീര് വന്ന് താങ്ങിയെടുത്താണ് അദ്ദേഹത്തെ വെച്ചത്. അതാണ് മുഖ്യമന്ത്രി. അല്ലാതെ കാണ്ടോന് നേർക്കൊക്കെ ആരടാ പോഴടാ കടകടാ പുറത്ത്. ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം, അത് സാധാരണ നമ്മുടെ ലോക്കൽ നേതാക്കന്മാർക്ക്. എവിടെ DYFIക്കാര്? സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് എന്നും പ്രകടനം നടത്തിയ DYFI സാധനങ്ങളുടെ വില വരെ പട്ടിക എന്നും അവർ പ്രവേശിക്കുന്നു. മല്ലിക്ക് ഇത്ര കൂടി, ഉപ്പിന് ഇത്ര കൂടി. ഒരിപ്പോൾ എവിടെ? അങ്ങനെ പാർട്ടി ഇപ്പം ഹയാത്തിലുണ്ടോ? ചെറുപ്പക്കാരുടെ വിപ്ലവ നായകന്മാരെന്ന് പറയുന്ന DYFIക്കാർ എവിടെ? മഷിയിട്ട് കാണുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന്റെ ശീതളച്ചായിൽ സുഖസുഷുപ്തിയിലാണ് അവർ. അവർക്കിന്ന് തൊഴിലില്ലായ്മ പ്രശ്നമില്ല, അവർക്കിന്ന് കസ്റ്റഡി മരണത്തിന്റെ പ്രശ്നമില്ല. അവർ മയങ്ങിക്കിടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാരനെയും യൂത്ത് ലീഗുകാരനെയും ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ആർത്തട്ടഹസിച്ച് ചിരിക്കുകയാണ് അവർ. അരിയിൽ ഷുക്കൂറിന്റെ, ശരത്ലാലിന്റെ, സിദ്ധാർത്ഥന്റെ, അങ്ങനെ എത്ര ചെറുപ്പക്കാരെ ക്രൂരമായി കൊന്ന പാർട്ടിയുടെ യുവാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളിപ്പോ എവിടെയാണ്? നിങ്ങളെ കാണാനില്ല. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഈ കേരളം നിലനിൽക്കണം. ഇവിടെ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹത്തിലൂടെ മുന്നോട്ട് പോകണം. ഇന്നെന്താ കേരളത്തിലെ കലാലയങ്ങളുടെ, അത് കോളേജ് ക്യാമ്പസ് ആവട്ടെ, സർവകലാശാല ക്യാമ്പസ് ആവട്ടെ, എന്താണ് ഭൂരിഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്? രാസലഹരിക്ക് MDM അടക്കമുള്ള രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മയങ്ങിക്കിടക്കുന്നു. ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു പ്രഖ്യാപനമുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട നടി KPAC നടിയുടെ മുദ്രാവാക്യം നിങ്ങൾ എടുത്തോ? കേരളം മദ്യവിമുക്തമാക്കുന്നു, മദ്യലഹരിയിൽ മോചിതമാകുന്നു, ഒരു സമാധാന കേരളം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഉണ്ടായോ? നമ്മുടെ നേതാവ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ 86 ബാറുകളായിരുന്നു, മദ്യശാലകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എത്ര? 878 മദ്യശാലകളുണ്ടായി. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. മദ്യമാഫിയയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി, ലഹരി മാഫിയയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നും അഭിമാനപൂരമായ 2-3 വകുപ്പുകൾ ഉണ്ടായിരുന്നു നമുക്ക്. ആരോഗ്യരംഗം ഇന്ത്യയിലെ മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. വിദ്യാഭ്യാസ രംഗം മികച്ച സംസ്ഥാനമായിരുന്നു കേരളം. ആഭ്യന്തരം ഏറ്റവും നല്ല മികച്ച സംസ്ഥാനമായിരുന്നു കേരളം. ഇന്നെന്താ ആഭ്യന്തര വകുപ്പിന്റെ സ്ഥിതി? പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ നടന്നു പോയാൽ ആംബുലൻസിലാണ് തിരിച്ചു വരുന്നത്. കസ്റ്റഡി മരണം, എത്ര ബാലികാ പീഡനങ്ങൾ, ബലാത്സംഗ കേസുകൾ, അമ്മയെ വെട്ടിക്കൊല്ലുന്ന എത്ര ചെറുപ്പക്കാർ. ഒരു കേസ് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. കാട്ടാന കരിമ്പ് തോട്ടത്തിലേക്ക് കയറിയ മാതിരി, അമ്പലക്കാള പിഞ്ഞാണക്കടയിലേക്ക് കയറിയ പോലെ എല്ലാം തകർത്തു കഴിഞ്ഞിരിക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. പോലീസ് കണ്ടത് ചെയ്യുന്നു. നമ്മൾ സഹിക്കണം. ആരോഗ്യരംഗം എന്താണ്?
എന്താണ് ആരോഗ്യരംഗം? കേരളത്തിലെ ആരോഗ്യരംഗം ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമായിരുന്നു കേരളം. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഒരു വർഷം മുമ്പാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് തകർന്നു വീണ് ഒരു അമ്മ മരിച്ചത് അല്ലേ? ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, കട്ടില്ല, ഡോക്ടറില്ല, നഴ്സില്ല, ഓപ്പറേഷൻ നടത്താൻ സൂര്യൻ നൂലും നമ്മൾ കൊണ്ടുപോകണം. ഇപ്പൊ ആ ചേച്ചി വീണ KSUക്കാർ കണ്ണൂർ, ഇപ്പോൾ ഒരു മാസം മുമ്പ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മുദ്രാവാക്യം വിളിക്കും. ആകെ 6 KSUക്കാരുള്ള ദൂരത്തുനിന്ന് ഉദ്യോഗസ്ഥർ. അതിന് ഈ താത്ത തളർന്ന് വീണ് ICU കയറ്റി, മുഖ്യമന്ത്രി കാണാൻ വരണ്. എന്തൊരു മോശത്തര അതൊക്കെ! ഇങ്ങനെയാണോ ആരോഗ്യവകുപ്പ് ഭരിക്കേണ്ടത്? വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കാൻ കഴിയുന്നില്ല. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി കിടക്കുന്നൊരവസ്ഥയിലാണ് ഈ കേരളം. ഒരു കാറ്റടിച്ചാൽ 1000 സമാധാനത്തിന്റെ പൂക്കൾ ചിന്നി ചിതറുന്ന കേരളത്തെ തിരിച്ചു വേണോ വേണ്ടയോ എന്ന നമ്മുടെ ചോദ്യം. അല്ലാതെ എന്താണ് ഇതിന്റെ പേര് സ്ക്വയർ വേണം, സ്ക്വയർ വേണ്ട എന്നുള്ള ചോദ്യം. രാഷ്ട്രീയം നമ്മൾ പറയും, രാഷ്ട്രീയം പറയണം. നിയമസഭയിലേക്ക് ഇപ്പൊ നമ്മൾ സ്ക്വയർ ഉണ്ടാക്കാനല്ലോ പോകേണ്ടത്. ഷാജി സാഹിബ് സ്ക്വയർ ഉണ്ടാക്കാൻ പോവുക, അദ്ദേഹം നിയമനിർമ്മാണം നടത്താൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ, സർക്കാരിന്റെ നയം തിരുത്താൻ, ഉണ്ടാക്കാൻ, അതിനൊക്കെ പോകുന്നത്. നമുക്ക് മറ്റേ സ്ഥാനാർത്ഥിയെ പറ്റിയൊന്നും നമുക്കൊരു കുറ്റമൊന്നും പറയാനില്ല. കഴിഞ്ഞുള്ള STPന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കാര്യം CPM നേതാക്കളോട് ചോദിച്ചിട്ടൊക്കെ, നിങ്ങൾ വേങ്ങരയിൽ വന്ന് STPയെ കുറ്റം പറയുമോ? ഇവിടെ കേൾക്കുന്ന ഏതെങ്കിലും CPMകാരുണ്ടെങ്കിൽ, റോട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളോട് ഒരൊറ്റക്കാരൻ ചോദിക്കുന്നു, വേങ്ങരയിൽ വന്ന് STPക്കെതിരെ പ്രസംഗിക്കാൻ CPMന് ആത്മധൈര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. അതില്ല, ഉണ്ടാവൂല. നിങ്ങൾ ആണ് ഇനിയുണ്ടല്ലോ 50 ദിവസം, ഒന്ന് പ്രസംഗിക്ക്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പൊ ചില രഹസ്യ വീഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് BJPയുമായും ചില രഹസ്യ വീഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. BJPയുമാണ് രഹസ്യ വീഴ്ച എന്നുള്ള തൃശ്ശൂർ ലോകസഭയിൽ നമ്മൾ കണ്ടത്. അപ്പൊ എങ്ങനെയെങ്കിലും UDFനെ, കോൺഗ്രസിനെ, ലീഗിനെ ഇല്ലാതാക്കണം എന്നുള്ള നയമാണ് അവർക്കുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാ, കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം ഉണ്ടാണെന്നാ. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം ഉണ്ടായിട്ട് ഇപ്പം എന്തുണ്ടായി? ഉത്തർപ്രദേശിന്റെ തെരുവീതികളിൽ, ബീഹാറിന്റെ തെരുവീതികളിൽ, ഗുജറാത്തിന്റെ തെരുവീതികളിൽ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ, പിന്നോക്ക ജാതിക്കാർ ക്രൂരമായി വേട്ടയാടപ്പെടുന്നു, വെടിവെക്കുന്നു, കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. ഇതാണോ കോൺഗ്രസ് ഇല്ലാത്ത ഭരണം? അപ്പൊ CPMന്റെ നയവും BJPയുടെ നയവും പിണറായിയുടെ നയവും മോദിയുടെ നയവും എല്ലാം ഒന്നു തന്നെയാണ്. ഇത് പഴയ ഒരു കാലഘട്ടമല്ല. ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും വികാസം പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ. ജപ്പാനിൽ മലയിടിച്ചിലുണ്ടായാൽ നമുക്ക് കാണാം. വേങ്ങരങ്ങാടിയിൽ ഓട്ടോറിക്ഷ കുത്തിയാലും നിമിഷം കൊണ്ട് കാണാം. ഇൻഫർമേഷൻ ടെക്നോളജി അത്ര വികാസം പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഒരു ടെക്നോളജി നമ്മുടെ മറക്കരുത്. സ്വന്തം സുഹൃത്തിൻ്റെ മനസ്സറിയാനുള്ള ടെക്നോളജി, അത് നമ്മൾ ഇന്ന് സ്വായത്തമാക്കുന്നോ അന്നേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ആ ടെക്നോളജി സ്വായത്തമാക്കണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ, മതേതരത്തിൻ്റെ ചിന്തയുണ്ടാവണം. അല്ലാതെ വെട്ടിക്കൊല്ലണം, തകർക്കണം, തകരണം, കുത്തിക്കൊല്ലണം എന്ന ചിന്തമായി നടന്നിട്ടില്ല. അതാണ് CPMന്റെയും DYFIയുടെയും നയം. നമുക്കേറെ പോകാനുണ്ട്. ഇനിയും ഈ 10 വർഷക്കാലത്തെ കേരളത്തെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തു? എത്ര PSC നിയമനങ്ങളിലൂടെ തൊഴിൽ കൊടുത്തു? തൊഴിലില്ലായ്മക്കെതിരെ സമരം ചെയ്യാൻ പോലും കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മടുപ്പ് വന്നു. ഒരു പ്രതീക്ഷയും അത് നമുക്കില്ല. എത്ര ക്രൂരമായ സമരങ്ങളോട് ഇവർ പെരുമാറുന്നത്. നമ്മുടെ ആശാ വർക്കർമാർ ഒരു വർഷത്തോളം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ എത്ര പ്രകടനം നടത്തി. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിട്ടിയ സ്ഥാനാർത്ഥി ഏറ്റവും വേഗരയ്ക്ക് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ്. ക്ഷുഭിത യൗവനത്തിന്റെ പര്യായമാണ് ഷാജി. നിങ്ങളുടെ പ്രതിനിധിയാണ് ഷാജി.
രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ പ്രാപ്തിയുള്ളവനാണ് ഷാജി. ആ ഷാജിയെ ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി നിയമസഭയിലേക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നാഗുക്കൾക്ക് ഞാൻ വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. Yeah, Shaji. How are you? Fine, fine. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖ്യാതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മുന്നേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും വയനാട് ബ്ലോക്ക് മെമ്പറൊക്കെ ആയിട്ടുള്ള പ്രാസംഗികനൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ജഷീർ പള്ളിവേലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു 5 മിനിറ്റിനകത്ത് പ്രഭാഷണം അവസാനിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വേദി നഷ്ടമാവും എന്നതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. KM വേങ്ങരയുടെ കോട്ടയുടെ മകനാണ് KM ഷാജി എന്നുള്ളത് അങ്ങ് താമരശ്ശേരി ചുരത്തിനപ്പുറത്ത് ഞങ്ങൾക്കറിയാം. കൽപ്പറ്റ നിയോജക മണ്ഡലം ഒന്ന് മുസ്ലിം ലീഗിന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു രഹസ്യമായ യോഗത്തിനകത്ത് ഒരു കുശലം പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ലീഗ് എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ അവിടെ മത്സരിക്കേണ്ടത് ഞങ്ങളുടെ ഷാജിക്കയാണ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ഏറെ അഭിമാനം, ആവേശം കൊള്ളുന്നൊരു വേദി. തലയ്ക്ക് മീതെ തൊപ്പിയുണ്ട്. ആ തൊപ്പിക്ക് മീതെ നമ്മുടെ ഹൃദയചിഹ്നമായ കോണിയുണ്ട്. ആ ചിഹ്നം തലയ്ക്ക് മീതെ മാത്രമല്ല, ആ ചിഹ്നം ഈ വിണ്ണിന്, വേങ്ങരയുടെ വിണ്ണിലും മണ്ണിലും ഇവിടെയുള്ള മനുഷ്യരാശിയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ചിഹ്നമാണ് ഈ കോണി എന്നുള്ളത് വളരെ ആവേശത്തോടു കൂടി പറയുകയാണ്. ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട അധ്യക്ഷ പ്രസംഗത്തിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ചൂരൽമലയിൽ ഇപ്പൊ ഇവിടെ ചാറ്റൽ മഴ പെയ്തു. 7 മണിക്ക് പരിപാടിക്ക് അല്ലേ ഒരു മഴ പെയ്തില്ലേ? ആ മഴയേക്കാളും വലിയ പേമാരി മണ്ണും മണലും പാറയുമായി എന്റെ കുടുംബത്തിലെ 3 ആളുകളടക്കം ഞാൻ സംഘടനാ പ്രവർത്തനത്തിനകത്ത് വയനാട് ജില്ലക്കകത്ത് ഹരിത പതാക പാറുന്ന, മൂവർണ്ണ പതാക പാറുന്ന UDFന്റെ കോട്ടയ്ക്കകത്ത് വിദ്യാർത്ഥി പ്രവർത്തകനായി പ്രവർത്തിച്ച സമയത്ത് എന്റെ കൂടെ പ്രവർത്തിച്ചവർ അടക്കം ആ ചൂരൽമലയിൽ നഷ്ടമായപ്പോ, ഞങ്ങളൊന്ന് വേദനിച്ചപ്പോ, ഞങ്ങൾക്കൊന്ന് പ്രയാസമുണ്ടായപ്പോ, ഞങ്ങൾക്ക് വീട് നഷ്ടമായപ്പോ ആദ്യം അവിടെ ഓടിയെത്തി എന്നതു മാത്രമല്ല, ഞങ്ങൾക്ക് വെള്ളവും വളവും തന്ന് വളർത്തിയ സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയാണ്. അതുകൊണ്ട് ചൂരൽമല ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ ഒരാളായതുകൊണ്ട് ഞാൻ ഇവിടെ കടന്നു വന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഇവിടെയുണ്ട്. എന്നെ പോലെ സംസാരിക്കാൻ കഴിവുള്ളവർ, എന്നേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഇവിടെയുണ്ട്. ഏറെ ബഹുമാനായ രാജ്യസഭാ MP ഇവിടെ എത്തി നിൽക്കുന്നു. പക്ഷേ അവർക്ക് മുമ്പ് 2 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, കുഞ്ഞാപ്പയ്ക്ക് കൊടുത്തതിനേക്കാൾ വലിയ ചരിത്ര ഭൂരിപക്ഷം സമ്മാനിക്കാൻ വേങ്ങര ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണിത്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കുട്ടിയുടെ 40 കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാ. ഷാജിക്കൊക്കെ അറിയാം.
40 കഴിഞ്ഞു. സത്യത്തിൽ ആ പരിപാടി കൃത്യമായി പങ്കെടുക്കാൻ പറ്റിയില്ല. പ്രസവക്കൂട്ടലിന് പോയ സമയത്ത് നമുക്ക് കിട്ടിയ സ്വർണ്ണമൊക്കെ കൊടുക്കണം എന്നുള്ള ചടങ്ങുണ്ട്. സ്വർണ്ണം നഷ്ടപ്പെട്ട സമയമാണല്ലേ കേരളത്തിനകത്ത്. സത്യം പറഞ്ഞാൽ മഹർ വരെ ബാങ്കിലാണ്. എങ്ങനെ എടുത്തു കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഭാര്യയുമായിട്ട് ചെറിയ സൗന്ദര്യ പണക്കത്തിൽ ഫോണിലൂടെയൊക്കെ ഞാൻ കുശുകുശൊക്കെ പറയുന്നത് കേട്ട്. ആ സമയത്താണ് തെലങ്കാനയിലെ ഒരു റിപ്പോർട്ട് വരുന്നത്. എന്താണ്? മാതാപിതാക്കളെ അവർക്ക് ചിലവ് കൊടുത്തിട്ടില്ലെങ്കിൽ, അവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ സർക്കാർ മേഖലയിൽ ഉദ്യോഗസ്ഥരുടെ വേതനം കട്ട് ചെയ്യാൻ തയ്യാറാകുന്നു എന്നത് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് എന്ന് ഷാജിക്കാക്ക്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്, ഈ കോട്ടയുടെ കാവൽക്കാരന് പിതാവില്ല എന്ന് നമുക്കറിയാം. മാതാവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന യുവ രാഷ്ട്രീയ നേതാവ് അപൂർവമാണ്. ഉമ്മയെ നെഞ്ചോട് ചേർക്കുന്ന പ്രിയപ്പെട്ട ഷാജിക്ക, ഉമ്മയോളം സ്നേഹം കൊടുക്കുന്ന ആ മാതൃത്വം, അത് വേങ്ങരയ്ക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. ആ സമ്മാനം ഹൃദയം കൊണ്ട് സ്വീകരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ച്, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത നാട്, സംരക്ഷണമില്ലാത്ത നാട്, വിദ്യാർത്ഥികൾക്ക് പരിരക്ഷയില്ലാത്ത നാട്, ലഹരി താണ്ഡവമാടുന്ന നാട്, എന്തിനേറെ പറയണം ചികിത്സയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന നാട്, ആരോഗ്യമേഖല വെന്റിലേറ്ററിലായ നാട്, പോലീസ് ഗുണ്ടകളായ നാട്, പോലീസ് സ്റ്റേഷനിൽ ക്രിമിനലുകൾ താണ്ഡവമാടുന്ന നാട്, ആദിവാസികൾ ആദിയിലായ നാട്, ആശാവർക്കർമാർ ആശങ്കയിലായ നാട്, പുനരധിവാസം ടൗൺഷിപ്പ് പാതിവയിലായപ്പോ മുസ്ലിം ലീഗിന്റെ 52 വീട് വയനാട് ജില്ലയിൽ ഉയർന്നു നിൽക്കുന്ന ഈ നാട്ടിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലാണ്. മറ്റുള്ള മേഖലയൊക്കെ പ്രതിസന്ധിയിലായപ്പോ തെരുവ് നായ്ക്കൾ അലയുന്ന നാട്. ആ നാടിന് പിണറായി വിജയൻ പറയുന്നു, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന്. ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ, അയ്യപ്പന് പോലും സംരക്ഷണമില്ലാത്ത നാട്ടിൽ, ദൈവത്തിന്റെ സ്വന്തം നാട് തിരികെ പിടിക്കാൻ, വേങ്ങരയുടെ കോട്ട കാത്തു സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ റിസൾട്ട് വരുന്ന സമയത്ത് ധർമ്മടത്തിന്റെ റിസൾട്ട് അല്ല, സഖാവ് പിണറായി വിജയൻ പരിശോധിക്കുക. സഖാവ് പിണറായി വിജയന്റെ മകൾ പരിശോധിക്കുന്ന വാർത്ത, കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത, സഖാവ് പിണറായി വിജയന്റെ മരുമകൻ ആഗ്രഹിക്കുന്ന വാർത്ത KM ഷാജിയുടെ റിസൾട്ടിനെ കുറിച്ചായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ആദ്യം വിജയിക്കേണ്ട നേതാവിന്റെ പേര് ഷാജി 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 എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് 2 വരി മുദ്രാവാക്യം ഇവിടെ വന്നപ്പോൾ വിളിക്കാൻ തോന്നി. ആ മുദ്രാവാക്യത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ട MP പാട്ടുപാടും, പ്രിയപ്പെട്ട ഷാജിക്ക പ്രസംഗിക്കുമ്പോൾ 2 വരി പാടിയിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ എന്നെ വിളിച്ച ക്ഷണിക്കപ്പെട്ട ആളുകൾ പറയും അവൻ വെറുതെ വന്നു പോയി എന്ന്. വണ്ടിക്കൂലിയൊക്കെ തരുമെങ്കിൽ പോലും 2 വാക്ക് വിളിച്ചോട്ടെ. എനിക്ക് വേറെ പ്രത്യേകത, ഞാൻ മങ്കുടയിൽ തങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞ, ഞാൻ മുദ്രാവാക്യം വിളിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എന്നേക്കാൾ ആരെങ്കിലും ഉച്ചത്തിൽ വിളിച്ചാൽ ഷഹീദാവുന്നത് വരെ വിളിക്കും. 2 വരെ വിളിക്കുന്നുള്ളൂ. അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, റെഡി? ഷാജിക്ക പോരാളി, ഷാജിക്ക പോരാളി, വേങ്ങരയുടെ മണ്ണും വിണ്ണും, വേങ്ങരയുടെ മണ്ണും വിണ്ണും, വേങ്ങരയുടെ മണ്ണും വിണ്ണും ആർത്തിരമ്പി പറയട്ടെ, ആർത്തിരമ്പി പറയട്ടെ. നിയമസഭയ്ക്കകത്ത് കയറി, നിയമസഭയ്ക്കകത്ത് കയറി നട്ടല്ലങ്ങനെ നിവർന്നു നിർത്ത്, നട്ടല്ലങ്ങനെ നിവർന്നു നിർത്തി നിലപാടിന്റെ യോദ്ധാവായി ഞങ്ങളെയാകെ നയിച്ചിടാൻ, ഞങ്ങളെയാകെ നയിച്ചിടാൻ ധീരതയോടെ നയിച്ചോളൂ. പതിയട്ടെ പതിയട്ടെ, കോണി ചിഹ്നം പതിയട്ടെ. ഷാജിക്ക പോരാളി, പോരാ പോരാ നീ മുറക്ക്, അതിന് മുറക്ക വേണ്ടു മുറക്ക്. UDYF സിന്ദാബാദ്. പ്രിയപ്പെട്ടവരെ, 3 മിനിറ്റ് എന്നുള്ളത് വിചാരിച്ച് 4 മിനിറ്റ് ആയത്. ഏകദേശം ഇത്തരത്തിലുള്ള ആളുകളെ കിട്ടിയിട്ട് കുറച്ച് കാലമായി.
ഞാനൊരു 10-12 പരിപാടിയിൽ പങ്കെടുത്തു. നാദാപുരത്ത് പങ്കെടുത്തു, കുറ്റിയാടി പങ്കെടുത്തു, മങ്കടയിൽ പങ്കെടുത്തു, അങ്ങ് തൃക്കരിപ്പൂരിൽ പോകാൻ തീരുമാനിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രശ്നമായിരിക്കും, നിങ്ങൾ പൊങ്ങൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ UDYF ആളുകൾ സംഘടിത സംഗമ സമരഭൂമി ഇതാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്, ജയ് വേങ്ങര. പ്രിയങ്കരനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മുഖ്യാതിഥി ഇമ്രാൻ പ്രതാപ് ഗഡി, ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട ജഷീർ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഷാജിക്ക, സംസാരിക്കുകയല്ല, ബഹുമാന്യനായ ഇമ്രാൻ പ്രതാപ് ഗഡി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വളരെ മനോഹരമായി ആ സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പരിപാടികൾക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്താണ് വേങ്ങരയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹം ചോദിച്ചു, ഞാൻ വേങ്ങരയിൽ വന്നാൽ ആ ചടങ്ങിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ചടങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ വാക്യം പറഞ്ഞിട്ടുള്ളൂ, 2 പുലികൾ ഒരു കാട്ടിൽ പോയാലുണ്ടാകുന്ന അവസ്ഥയാണ് KM ഷാജിയും ഇമ്രാൻ പ്രതാപ് ഗഡിയും ഒരേ വേദിയിൽ വരുന്നത് എന്നതാണ്. ഇങ്ങോട്ട് വരുന്ന മലപ്പുറം മുതൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മുഴുവൻ ഷാജിക്കയുടെ പ്രസംഗം ഇൻസ്റ്റഗ്രാമിലും മറ്റും കേട്ട് ആവേശം കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ജഷീറിൻ്റെ മുദ്രാവാക്യം കേട്ടതോടുകൂടി ഇനിയൊരു മറ്റൊരു ഇൻട്രൊഡക്ഷനിലേക്ക് അതിനാവശ്യമില്ല എന്നതാണ്. ഇന്ന് ഉത്തരേന്ത്യയുടെ മണ്ണിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമുയർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ പേടി സ്വപ്നമായി ഇന്ത്യയുടെ പാർലമെന്റിൽ അംഗമുണ്ടെങ്കിൽ ആ അംഗത്തിന്റെ പേരാണ് ഇമ്രാൻ പ്രതാപ് ഗഡി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കേരളത്തിന്റെ നിയമസഭക്കകത്ത് സഖാവ് പിണറായി വിജയൻ ഒരു പേടി സ്വപ്നമുണ്ട് എങ്കിൽ ആ പേടി സ്വപ്നത്തിന്റെ പേര് KM ഷാജി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അവർക്ക് 2 സിംഹങ്ങളും 2 പുലികളും ഒന്നിച്ചു കൂടുന്ന ഈ മഹാസംഗമം അത് ഇന്ന് പ്രൗഢഗംഭീരമായി ഈ വേങ്ങരയിലെ, ഈ കുറ്റാടിലെ, ഈ പ്രദേശത്ത്, ഈ വയലിൽ വളരെ മനോഹരമായി യുവാക്കൾ തടിച്ചുകൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ഇമ്രാൻ പ്രതാപ് ഗഡിയുടെ ആവേശജലമായ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ മുഷായറയും ഒക്കെ കേട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആസ്വദിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷാജിക്കൊക്കെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണിയടിയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തോട് കൂടെ കടന്നു വന്ന ഇവിടുത്തെ മൈനോറിറ്റി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ദേശീയ കോർഡിനേറ്റർമാർ, അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് കടന്നു വന്ന അവരുടെ മുഴുവൻ അംഗങ്ങളെയും സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. സ്നേഹമുള്ളവരെ, ഒരു പുലിയെ ഒരു സിംഹമേ ഈ കാട്ടിലുള്ളൂ. അത് ആദരണീയനായ ഇമ്രാൻ ഗഡിയാണ്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് വഖഫ് ബില്ല് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്നപ്പോഴാണ്. ആ വഖഫ് ബില്ലിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ വിട്ട് സ്വാതന്ത്ര്യം ലഭിച്ച നാളുകളിൽ ഇന്ത്യ പിളർന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട മുസ്ലിങ്ങളോട് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ പടികളിൽ കയറി നിന്ന് അബുൽ കലാം ആസാദ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേട്ടിട്ടാണ് പാകിസ്ഥാനിലേക്ക് പോകുന്ന ആളുകൾ തലച്ചുമടുകൾ താഴെ വെച്ച് ഇന്ത്യയിൽ പാർക്കാൻ തീരുമാനിച്ചത്. ആ ആസാദിൻ്റെ ഖബറിന് ആ ഖബർ വഖഫാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലമാണ് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് മോദിയുടെ മുഖത്ത് ചോദിച്ച മനുഷ്യൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ യൗവനത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ ഇരിക്കുന്ന ഇമ്രാൻജി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും കേരളത്തിലെ ഒരു വഖഫ് സമ്മേളനത്തിൽ പറഞ്ഞ പ്രസംഗത്തെയാണ്. ഒരായുധവുമില്ലാതെ പോയ പിണറായി വിജയൻ 4 വർഷം കഴിഞ്ഞ് പെറുക്കിയെടുത്ത് കേരളത്തിൻ്റെ നിയമസഭയിൽ പറയേണ്ടി വന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരിക്കൽ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് ഹൃദയത്തിനകത്ത് നിന്ന് പറഞ്ഞതായിരുന്നു. ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് രാഹുൽജി ഒരവസാനത്തെ ബസ്സാണ്, ലാസ്റ്റ് ബസ്സാണ്. ഇനി വരാനൊരു ബസ്സില്ല എന്ന്
പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നമ്മുടെ മുന്നണി തോറ്റുപോയപ്പോൾ വർഷങ്ങളോളം എന്നെ കളിയാക്കിയവരുണ്ട്. ലാസ്റ്റ് ബസ് പോയോ, ലാസ്റ്റ് ബസ് വരുമോ എന്ന്. എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ സ്നേഹമുള്ളവരെ, ഇന്ത്യയിൽ ആ മനുഷ്യൻ പോകുന്ന ആ വണ്ടി അല്ലാതെ കയറാൻ വേറെ ഒരു മതേതരത്വത്തിൻ്റെ വാഹനമില്ല എന്ന് ഉറപ്പിക്കാം നിങ്ങൾക്ക്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെ ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് അഭിവന്ദ്യനായ നമ്മുടെ ഇമ്രാൻജി. അദ്ദേഹത്തെ ആദരപൂർവം അദ്ദേഹം ഇവിടെ വന്നതിൽ എല്ലാവരോടും, പ്രത്യേകിച്ച് സാജുവൊക്കെ അതിനെടുത്ത എഫേർട്ടിനെ ഞാൻ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിനുള്ള നന്ദിയും പറയുകയാണ്. അടുത്തതായിട്ട് ഇവിടെ നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല വേടന് മുന്നേ പാടിക്കൊണ്ട് നിലപാടുകൾ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ പ്രിയപ്പെട്ട ഇമ്രാൻ പ്രതാപ് ഖർഹയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. शुक्रिया इस बेपनाह मोहब्बत के लिए। आई थिंक लैंग्वेज का बैरियर नहीं रहेगा, समझ लेंगे आप सारे लोग इंशाल्लाह। पहली बार आपके दायरे मोहब्बत में हाजिर हुआ हूं और आपके चहेते कैंडिडेट KM शाजी साहब को सुन करके और उनके बारे में सुन करके मुझे महसूस हुआ कि यंगस्टर्स में, यूथ में जो मोहब्बत उनके लिए यहाँ पूरे केरला में दिखाई देती है और ख़ास तौर से इस रीजन में, उसके लिए मैं उनको बहुत मुबारकबाद दूंगा। मैं इसलिए जिंदा हूं कि मैं बोल रहा हूं, मैं इसलिए जिंदा हूं कि मैं बोल रहा हूं। दुनिया किसी गूंगे की कहानी नहीं लिखती। KM शाजी साहब, UDF ने आपको कैंडिडेट बनाया है और जब अहमद शाजू ने मुझसे कहा कि आपको विंगारा आना है कैंपेन के लिए, तो उस दिन कैलिकट बीच के बाद जो कैंपेन का स्टार्ट करना था मैंने कहा मैं सबसे पहले बेंगारा आऊंगा और अपने साथी, अपने दोस्त KM शाजी के लिए आपसे वोट की अपील करूंगा, आपसे गुजारिश करूंगा, उसके बाद सफर आगे शुरू करूंगा। आप बड़ी तादाद में यहां बैठे हैं, मैं कोशिश करूंगा कि आसान उर्दू में बात करूं ताकि आप उसे समझ सकें। इस बीच में मलयालम सीखने की कोशिश कर रहा हूं, बड़ी खूबसूरत जबान है, बहुत खूबसूरत लैंग्वेज है और यहां के लोग बहुत प्यारे हैं। यहां का पहनावा, यहां की तहजीब, यहां का कल्चर, और मुझे मिडिल ईस्ट में बहुत सारे लोग यहां के, जब मैं मशायरों में जाता हूं तो मुलाकात होती है आप लोगों से, आपके यहां के लोगों से। ये इलेक्शन सिर्फ एक असेंबली का इलेक्शन नहीं है। अगर आप ये सोच रहे हैं कि केरला का इलेक्शन सिर्फ केरला तक महदूद है तो आप छोटा सोच रहे हैं। इस वक्त इलेक्शन केरला में हो रहा है लेकिन धड़कनें नरेंद्र मोदी की तेज हैं। दिल्ली में बैठ करके दिल्ली ये चाहती है कि किसी भी तरह से, नरेंद्र मोदी ये चाहते हैं, भाजपा ये चाहती है कि यहां पर केरला में किसी भी तरह से पिनरई विजयन की सरकार बच जाए। लेकिन मैं पूरे केरला का माहौल देख रहा हूं, इस बार पूरे केरला ने मन बना लिया है कि पिनरई विजयन की हुकूमत को उखाड़ फेंकना है, यहां UDF की गवर्नमेंट बनाना है। इसके लिए मैं केरला की आवाम को मुबारकबाद दूंगा। जिधर भी जाइए पिनरई विजयन साहब के बोर्ड हैं बड़े बड़े, बिल्कुल वैसे ही जैसे नरेंद्र मोदी के रहते हैं, सेम लाइक नरेंद्र मोदी, सेम PR एजेंसी, सेम पैटर्न कैंपेन का। लेकिन केरला हिंदुस्तान का सबसे पढ़ा लिखा स्टेट है, वो इस खेल को समझता है, वो जानता है कि अपने बोर्ड पर
सैकड़ों करोड़ रुपया खर्च करने वाले पिनरई विजयन के पास आशा वर्कर्स के लिए पैसा नहीं है, प्रोटेस्ट करने के बाद भी। यहां के यंगस्टर्स के लिए जॉब नहीं है। यहां के नौजवानों को बाहर जाना पड़ रहा है, या तो केरला से बाहर हिंदुस्तान के किसी दूसरे स्टेट में जाना पड़ रहा है, या फिर कंट्री से बाहर जाना पड़ रहा है जॉब के लिए। यहां के लोगों के लिए यूडीएफ ने जो गारंटीज अनाउंस की हैं वो कमाल हैं। मैं विंगारा में एक एक जो नौजवान साथी बैठे हैं, जो बुजुर्ग बैठे हैं, जहां तक मेरी आवाज जा रही है, मेरी माओ बहनों तक, मैं सबको गुजारिश करता हूं कि जो 5 गारंटीज हैं उन गारंटीज को बहुत गौर से सुनिए। 25 लाख का हेल्थ इंश्योरेंस, 25 लाख का ओमान चंडी जी के नाम से। जब नरेंद्र मोदी का आयुष्मान योजना 5 लाख रुपए का भी सही से आपको बीमा नहीं दे पाती, इंश्योरेंस नहीं दे पाती, ऐसे में यूडीएफ अनाउंस कर रहा है कि हम 25 लाख रुपए हर इंसान को उसका हेल्थ इंश्योरेंस देंगे। और वेंगारा नोज कि हमारी प्रॉमिसेस नरेंद्र मोदी के जुमले की तरह नहीं है, ये राहुल गांधी के प्रॉमिसेस हैं, ये यूडीएफ के प्रॉमिसेस हैं, इसे पूरा करेंगे हम। हमने राजस्थान में इसे करके दिखाया है। ये जो गारंटीज हैं, सारी खवातीन को, विमेन को फ्री में पासेस बसेस का, फ्री में। विमेन हमारी जो स्टूडेंट्स रहेंगी, फीमेल स्टूडेंट्स, उनके लिए स्कॉलरशिप, हमारे ओल्ड पेंशन स्कीम, और यंगस्टर्स के लिए उनकी जॉब के बाद उनका बिजनेस स्टार्ट करने के लिए जिस तरह से सरकार बहुत लोन की फैसिलिटीज को बढ़ाएगी, मुझे लगता है कि आप सारे लोगों को एकजुट होकर के यूडीएफ का इस इलेक्शन में सपोर्ट करना है। मैं पहली बार आया हूं, मेरा नाम इमरान प्रतापगढ़ी है। खुदा ने मुझे पोएट्री की सलाहियत दी और फिर एक्सीडेंटल पॉलिटिक्स में आ गया 2019 में। मुझे याद आता है कि 1956 में यूएस के 35वें प्रेसिडेंट जॉन एफ कैनेडी हार्वर्ड यूनिवर्सिटी में स्टूडेंट से बात कर रहे थे। स्टूडेंट से बात करते हुए जॉन एफ कैनेडी ने कहा था कि अगर पॉलिटिशियंस को पोएट्री समझ में आती और पोएट्री करने वालों को पॉलिटिक्स समझ में आती तो दुनिया रहने के लिए और खूबसूरत हो सकती थी। मैं कोशिश कर रहा हूं कि थोड़ा सा इमोशन के साथ पॉलिटिक्स की जाए। जब मैं देश की पार्लियामेंट में बोलने के लिए खड़ा होता हूं तो मेरे एक तरफ आपके हैरिस बीरान बैठे होते हैं और एक तरफ अब्दुल वहाब बैठे होते हैं। तब मैं नरेंद्र मोदी की आंख से आंख मिलाकर के सवाल पूछता हूं और उनसे कहता हूं कि हम ही को कातिल कहेगी दुनिया, हमारा ही कत्लेआम होगा, हम ही कुएं खोदते फिरेंगे, हम ही पे पानी हराम होगा। इस हुकूमत ने पूरे देश में जो नफरत बोई है केरला वालों, उस नफरत का जवाब केरला से देना है, वेंगारा से देना है। नरेंद्र मोदी ने पिछले 12 साल में इस देश में जो नफरत बोई है, आप अंदाजा लगाइए कि राहुल गांधी को ईडी बुला करके 55 आवर्स पूछताछ करती है, सोनिया जी के खिलाफ ईडी एक्शन लेती है, पूरे देश में हर अपोजिशन के बड़े लीडर के खिलाफ या तो एफआईआर होता है या उसके खिलाफ ईडी और सीबीआई के केसेस दर्ज होते हैं, लेकिन पिनरई विजयन के खिलाफ नॉट ए सिंगल केस। कुछ तो है जिसकी पर्दादारी है, कोई तो रिश्ता है पिनरई विजयन साहब का और मोदी जी का। मैं पिनरई विजयन साहब से पूछना चाहता हूं कि आखिर आपका कौन सा रिश्ता है कि नरेंद्र मोदी के किसी भी गलत काम पर आप एक लफ्ज नहीं बोलते हैं। पिनरई विजयन साहब बिल्कुल खामोशी के साथ नरेंद्र मोदी को इंटरनल सपोर्ट करते हैं। ऐसे में केरला के साथियों, आप केरला में बदलाव लाइए। मुझे पूरा यकीन है
कि अगर आपने केरला में बदलाव लाया तो आने वाले दिनों में 2029 में दिल्ली के सिंहासन पर राहुल गांधी को प्राइम मिनिस्टर बन के बैठने से कोई रोक नहीं सकता है। हमारी लड़ाई बड़ी है, एक तरफ नफरत खड़ी है और एक तरफ मोहब्बत खड़ी है। एक तरफ नरेंद्र मोदी और नरेंद्र मोदी जैसी सोच के लोग खड़े हैं, तो एक तरफ राहुल गांधी के साथ मोहब्बत की बात करने वाले लोग खड़े हैं। मुझे याद है 2022 में जब राहुल गांधी जी कन्याकुमारी में समंदर के साहिल पर खड़े हुए थे और उन्होंने कहा था कि भाजपा ने पूरे देश में जो नफरत का केरोसिन छिड़का है, मैं उसके खिलाफ 4000 किलोमीटर पैदल चढ़ूंगा, बस एक नारा लगाऊंगा, नफरत छोड़ो भारत जोड़ो। मैं उनके कंधे से कंधा मिला के चला हूं। मुझसे लोग कहते थे मीडिया के साथी कि इमरान साहब आप शायर हैं, एमपी बाद में है, पोएट पहले हैं, आप क्या कहेंगे राहुल गांधी के साथ चल रहे हैं। तब मैं कहता था कि जो हर जालिम से टकराएगी वो आंधी बनाऊंगा, जो हर जालिम से टकराएगी वो आंधी बनाऊंगा। नए अंग्रेज आए हैं, नया गांधी बनाऊंगा। हम सारे लोग राहुल जी की इस मोहब्बत की मुहिम के साथ खड़े हैं और मुझे खुशी है कि आईयूएमएल पूरी ताकत के साथ यूडीएफ का हिस्सा है। मैं शुक्रिया अदा करूंगा सादिक अली थंगल साहब का कि पिछले दिनों दिल्ली में मैंने अपोजिशन के तमाम एमपीज को इकट्ठा करके रोजा अफ्तार की दावत की मेरे घर पर, जिसमें राहुल गांधी जी भी आए और हमने सादिक अली थंगल साहब से रिक्वेस्ट किया कि आपको उस दावत में आना है। और उनका शुक्रिया कि वो मेरी एक छोटी सी दावत पर, मेरे एक छोटे से इनविटेशन पर दिल्ली चल करके आए और उस दावत का हिस्सा बने। जिस टेबल पर देश के हर बड़े नेता बैठे थे अपोजिशन के, वहां सादिक अली थंगल साहब बैठे, और सिर्फ बैठे ही नहीं, जब देश के बाकी एमपीज हम सारे लोग मगरिब की नमाज अदा करने के लिए उठे, तो मुझे उस वक्त खुशी हुई जब सादिक अली थंगल साहब इमामत कर रहे थे और हम उनके पीछे मुक्तदी बन के नमाज पढ़ रहे थे। तो मेरे साथियों, यह इलेक्शन बहुत जरूरी इलेक्शन है। एक तरफ पावर है, इलेक्शन कमीशन का सपोर्ट है, एजेंसियां हैं, दिल्ली का सपोर्ट है, और एक तरफ यूडीएफ में अवाम की ताकत है, लोगों की ताकत है। यह लड़ाई सरकार बनाम अवाम है, और इस लड़ाई में अगर आपने सोच लिया तो पिनरई विजयन साहब वापस कुर्सी पर नहीं बैठ सकते हैं, यह तय है। और जो स्लोगन यहां पे चल रहा है, मैं तो सुन रहा था उसको, केरलम जयकुम यूडीएफ नईकुम। तो मैं पोएट हूं, जब इस तरह का स्लोगन सुनता हूं ना, तो अंदर का पोएट जाग जाता है। तो मैं आते हुए ऐसे ही सोच रहा था, एक छोटी सी पोएट्री आपको सुनाता हूं कि केरलम जयकुम यूडीएफ नईकुम, केरलम जयकुम यूडीएफ नईकुम, केरलम जयकुम यूडीएफ नईकुम, केरलम जयकुम। पिनरई की मोदी जी से यारी ना चलेगी, पिनरई की मोदी जी से यारी ना चलेगी, केरला में झूठ की बीमारी ना चलेगी, केरला में झूठ की बीमारी पिनरई की मोदी जी से यारी ना चलेगी, केरला में झूठ की बीमारी ना चलेगी। हमारे सीनियर लीडर कुंजाली कुट्टी साहब तशरीफ ला रहे हैं, उनका वेलकम करिए।
यूथ के बीच में कुंजाली कुट्टी साहब जैसा सीनियर आदमी आता है तो लगता है कि सही यूथ अब जाकर के हमारे बीच में आया है, तो उनका वेलकम है। किसी भी सीनियर को आप यूथ कह दीजिए तो उसे सबसे ज्यादा खुशी होती है। तो प्लीज कुंजाली कुट्टी साहब, अहमद शाजू साहब, माइनॉरिटी डिपार्टमेंट केरला प्रदेश कांग्रेस कमेटी चेयरपर्सन मिस्टर जाकिर साहब, अलीअप्पू साहब, मिस्टर डीके ब्रजेश जी, यूथ कांग्रेस के साथी, यूडीएफ के साथी, हमारे नेशनल ऑफिस बियरर्स के केरलम जयकुम, केरलम जयकुम, यूडीएफ नयकुम, केरलम जयकुम, यूडीएफ नयकुम, सबको नमस्कारम। नेक्स्ट लाइन, सबको नमस्कारम और सभी लोगों को अस्सलाम वालेकुम, केरलम जयकुम, केरलम जयकुम, यूडीएफ नयकुम। पिनरई की मोदी जी से यारी ना चलेगी, पिनरई की मोदी जी से यारी ना चलेगी, केरला में झूठ की बीमारी ना चलेगी, मिलके यही नारा लगाएंगे हम तुम, केरलम जयकुम, यूडीएफ नयकुम, केरलम जयकुम, यूडीएफ नयकुम, केरलम जयकुम, यूडीएफ नयकुम। और एक टैग लाइन कि केरला में एमएलए की सेंचुरी लगाना है, यूडीएफ 100, कि केरला में एमएलए की सेंचुरी लगाना है, केरला में एमएलए की सेंचुरी लगाना है, भाजपा के दोस्तों को गद्दी से हटाना है, भाजपा के दोस्तों को गद्दी से हटाना है, केरला में एमएलए की सेंचुरी लगाना है, भाजपा के दोस्तों को गद्दी से हटाना है, केरला में एलडीएफ हो जाएगी गुम, केरला में एलडीएफ हो जाएगी गुम, केरलम जयकुम, यूडीएफ नयकुम, केरलम जयकुम, यूडीएफ नयकुम, केरलम जयकुम, यूडीएफ नयकुम। मिलके यही नारा, स्लोगन, मिलके यही नारा लगाएंगे हम तुम, केरलम जयकुम, यूडीएफ नयकुम, केरलम जयकुम, यूडीएफ नयकुम, केरलम जयकुम, यूडीएफ नयकुम। बहुत शुक्रिया। ये आते हुए ऐसे ही गाड़ी में बैठने के बाद मैंने शाजू से पूछा कि ये जो नयकुम जयकुम है इसका मीनिंग क्या होता है, तो मुझे इन्होंने बताया, फिर एक दो वर्ड और बताए, तो फिर मुझे लगा और दो ही आज सीखते हैं, आज की लर्निंग सिर्फ दो पर्टिकुलर शब्द की होती है, तो दो सीखते हैं, कल और सीखेंगे और पूरी कोशिश करेंगे कि ड्यूरिंग इलेक्शन हर दिन 2-4 इस तरह के मलयालम के शब्द लफ्ज सीखते रहें। बहुत खूबसूरत लैंग्वेज है और बहुत अच्छा पहनावा है। मुझे यहाँ का, आप इसे लुंगी बोलते हैं, क्या बोलते हैं, लुंगी, और हमारे यहाँ इसे लुंगी बोलते हैं, लुंगी और शर्ट और कुर्ता जो आप लोग पहनते हैं वो उस पहनावा बहुत खूबसूरत है। और इस इलाके में आकर के मैं ये कह सकता हूं कि मोहब्बत का अगर इम्कान होता तो घर में मीर का दीवान होता, तेरी महफिल में आकर सोचते हैं ना आते तो बड़ा नुकसान होता। जो प्यार, जो मोहब्बत वेंगारा ने दिया है, मैं आपसे अपील करूंगा
शाहजी साहब कम। इंस्टाग्राम पे मैंने इनके बहुत सारे वीडियोस सुने, लैंग्वेज समझ में नहीं आई, लेकिन जो फायर है वो समझ में आया। क्योंकि मैं खुद जानता हूं कि इस दौर में बोलना कितना मुश्किल है, चाहे वो नरेंद्र मोदी के खिलाफ बोलना हो या पिनरई विजयन के खिलाफ बोलना हो, बोलना मुश्किल है। और ऐसे दौर में कोई कहीं भी बोल रहा है तो उसका हौसला बढ़ाना हम सबकी जिम्मेदारी है। हमें पता है कि शाहजी साहब को ज्यादा टारगेट कर रहे हैं पिनरई विजयन और उनके लोग, क्योंकि जानते हैं जो आवाज आईयूएमएल की रैलियों में गूंजती है, जो आवाज यूडीएफ की रैलियों में गूंजती है, अगर वो आवाज असेंबली में पहुंच गई तो आंख मिलाना भी मुश्किल हो जाएगा। वो जानते हैं, इसलिए सारी साजिश करके केएम शाहजी के खिलाफ पूरी प्लानिंग करके चुनाव लड़ रहे हैं। लेकिन जब चलती है उसकी तो किसी की नहीं चलती। हमें पता है ऊपर वाला भी केएम शाहजी के साथ है और अवाम भी केएम शाहजी के साथ है, तो इंशाल्लाह इन्हें जीतने से कोई रोक नहीं सकता है। अदावत है, सियासत है, परिंदा है, शिकारी है। अदावत है, सियासत है, परिंदा है, शिकारी है, मगर इन सारी चीजों पर मोहब्बत अब भी भारी है। आप केएम शाहजी से मोहब्बत करते हैं और 9 अप्रैल वोटिंग का दिन है। सुबह सुबह ईवीएम के बूथ पर पहुंचिए और अपना एक एक वोट घर वालों के साथ जा करके केरला में चेंज के लिए, बदलाव के लिए और पिनरई विजयन की सरकार को हटाने के लिए और यूडीएफ की गारंटीज पे भरोसा करके अपने बच्चों के फ्यूचर के लिए, फ्यूचर केरला के लिए, और राहुल गांधी को केरला से जो मोहब्बत है उस मोहब्बत के लिए, सादिक अली थंगल साहब की जो खिदमत है उस खिदमत के लिए, आईयूएमएल ने जिस तरह से अवाम से खुद को कनेक्ट करके आपसे मोहब्बत किया उस मोहब्बत के लिए। और मैं 2387 किलोमीटर दूर खड़ा हूं दिल्ली से, यहां पर आपके बीच में आया हूं। लैंग्वेज भी हमारी अलग है, लेकिन हम जानते हैं कि हमारी लड़ाई एक है। हम फासिस्ट ताकतों के खिलाफ लड़ रहे हैं, चाहे उत्तर प्रदेश में लड़ना हो, चाहे बिहार में लड़ना हो, चाहे दिल्ली में लड़ना हो। आप हमारी आवाज से आवाज मिलाते हैं, आप हमारे लिए दुआएं करते हैं, तब हम इन फासिस्ट ताकतों के खिलाफ लड़ पाते हैं। इसलिए बंगारा के लोगों आपसे गुजारिश कर रहा हूं कि इस लड़ाई को अपनी समझ के लड़िए। आज से यहां बैठा हुआ हर यूथ अपने आप को केएम शाहजी समझेगा, कुंजाली कुट्टी समझेगा, अहमद शाहजू समझेगा, सादिक अली थंगल समझेगा, इमरान प्रतापगढ़ी समझेगा, खुद को राहुल गांधी समझेगा। ये आपकी लड़ाई है और इस लड़ाई को हम तभी जीत सकते हैं जब आप लड़ेंगे इस लड़ाई को। एवरी सोशल प्लेटफॉर्म, हर जगह खुद कैंपेन करिए यूडीएफ के लिए, यूडीएफ की गारंटीज के लिए, और बस एक हैशटैग इस्तेमाल करिए, केरलम जयकुम यूडीएफ नईकुम, केरलम यूडीएफ। बहुत शुक्रिया। कुंजाली कुट्टी साहब आपके बीच में आ गए हैं, फिर आपके बीच में आऊंगा। बहुत अच्छा लगा आपसे बात करके, और जब लैंग्वेज का बैरियर हो उसके बावजूद आप जिस तरह का रिस्पांस देते हैं उसके लिए फिर से एक बार बहुत शुक्रिया। अस्सलाम वालेकुम। പ്രിയപ്പെട്ടവരെ, 2026 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേങ്ങര നിയോജക മണ്ഡലം UDYF കമ്മിറ്റി യുവാക്കൾക്ക് ഹരമായി ഒരു രാത്രി മാറ്റുന്നതിന് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ വേങ്ങര നിയോജക മണ്ഡലത്തിൻ്റെ MLA, പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട കുഞ്ഞാട്ട് സാഹിബിനെ ഈ വേദിയിലേക്ക് ആദരം ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയങ്കരായ നമ്മുടെ വേദിയിലുള്ള ഇമ്രാൻജി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഷാജി, വേറെ ഞാനിനി അഭിസംബോധന ചെയ്യുന്നില്ല, പ്രിയങ്കരായ UDF നേതാക്കളെ, ഇമ്രാൻജിയുടെ പാട്ട് കേട്ടിട്ട് ഏതാണ്ട് നമ്മൾ ജയിച്ച പോലെയായി, പാട്ടും പാടി ജയിച്ചതുപോലെ. താങ്ക് യു. ബ്യൂട്ടിഫുൾ സോങ്, വി എൻജോയ്ഡ് റിയലി. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇമ്രാജിയെ പോലെയുള്ള പാർലമെൻറ്റ് മെമ്പർമാർ ഈ മഹാരാജ്യത്തിൽ വലിയ ഒരലങ്കാരം തന്നെയാണ്. നമുക്കറിയാം, ഇതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന രാജ്യം, സോണിയാഗാന്ധി കൊണ്ടു നടക്കുന്ന രാജ്യം, ആ രാജ്യത്ത് ഇതുപോലെയുള്ള അംഗീകാരം കൊടുക്കേണ്ട ആളുകൾക്കൊക്കെ അംഗീകാരം കൊടുത്ത് എത്ര മനോഹരമായി നമ്മൾ കൊണ്ടുപോയ ഒരു രാജ്യമാണ് ഇത് എന്ന് ഓർക്കുമ്പോൾ, ഇപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ട് അതുകൊണ്ട് വോട്ട് വാങ്ങാൻ നോക്കുന്ന ദയനീയമായ സ്ഥിതി കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതേ തന്ത്രമെടുത്ത് ഇടതുപക്ഷം ഇവിടെയും വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. പാഷാണം വർഗീയപോലെ ഒരു ഭാഗത്ത് ഒരു വർഗീയത, മറുഭാഗത്ത് മറ്റൊരു വർഗീയത. ആ അടവ്, ആ പൂതി ഇത്തവണ മനസ്സിലിരിക്കേ ഉള്ളൂ എന്ന് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട്. ഇത്തവണ UDF ആണ്, നെക്സ്റ്റ് ഈസ് UDF. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇമ്രാൻജി പറഞ്ഞതുപോലെ 100 കണക്കിന് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ നമ്മൾ ജയിക്കും. മലബാറിൽ ഇന്നലെ വന്ന സർവേയിൽ മലബാറിൽ UDF തരംഗമാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നാൽ അവിടെ അതിലും വലിയ തരംഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവും വേണ്ട. നമുക്ക് അരക്കായി നോക്കാം. 8-10 കൊല്ലമായില്ലേ നമ്മൾ ബുദ്ധിമുട്ടുന്നു. ഈ വേങ്ങരയിലൊക്കെ നമുക്കറിയാലോ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ ധാരാളം പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞു. നീ എത്ര പ്രവർത്തനങ്ങൾ നടത്താൻ കിടക്കുന്നു. 10 കൊല്ലം എന്തൊരു ഗ്യാപ്പാണ് വന്നത്. വിദ്യാലയങ്ങളില്ല, വിദ്യാലയങ്ങളിൽ കോഴ്സില്ല, അതുപോലെ തന്നെ മറ്റൊന്നുമില്ല, റോഡില്ല. വല്ലാത്തൊരു ഗ്യാപ്പായിപ്പോയി. കേരളം ഇത്ര നേരെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഭരണം ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കയ്യിൽ ഭരണം വന്നു, അവരടുത്ത് കാശില്ല എന്നാ പറയുന്നത്. കാശുണ്ടാക്കി ചെലവാക്കാൻ അറിയുന്ന ഇവിടെ ട്രഷറിയിൽ ഫണ്ടുണ്ടാക്കി അത് ചെലവഴിക്കാൻ അറിയാവുന്ന ഭരണാധികാരികളുണ്ട് എന്ന് ഞങ്ങളടുത്ത ഗവൺമെൻറ് രൂപീകരിച്ച് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കും. അവർക്കൊന്നിനും കാശില്ല, പഞ്ഞി വാങ്ങാൻ കാശില്ല. എന്നിട്ടാ ബടായും പറഞ്ഞ് നടക്കുന്നത്, നമുക്കറിയാം. എന്നിട്ടാ ബടായും പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. KM ഷാജിയാണ് ഇവിടെ നിങ്ങളെ പ്രതികരിക്കാൻ പോകുന്നത്. ആർക്കും യാതൊരു സംശയവുമില്ല. ഭൂരിപക്ഷം എത്ര എന്ന് മാത്രമേ നോക്കേണ്ടുള്ളൂ. എനിക്കറിയാം വേങ്ങരയുടെ കരുത്ത് എന്നെയും മറികടക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേങ്ങരയുടെ റെക്കോർഡ് തകർക്കാൻ വേങ്ങരക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ പഠിക്കുന്നത്. മലപ്പുറത്ത് നല്ല ആവേശമുണ്ട്, ഇല്ല എന്ന് പറയല്ല. ആ ആവേശം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കണ്ടല്ലോ ഇത്തവണ പാർലമെൻറ്റ് ഇലക്ഷനിൽ ലക്ഷക്കണക്കിന്, നമ്മളെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റിച്ചില്ലേ ആളുകൾ. ലക്ഷക്കണക്കിനല്ലേ സംവിധാനിക്കും UTക്കും ഒക്കെ ഭൂരിപക്ഷം കൊടുത്തത്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു, അപ്പോഴും അങ്ങനെ തന്നെ. സത്യം ചെയ്യാനെങ്കിലും കണ്ണേറ് തട്ടാതിരിക്കാനെങ്കിലും ഒരു സീറ്റെങ്കിലും ഈ ജില്ലയിൽ കൊടുക്കണ്ടേ? ഒരാളാ. ഇനിയിപ്പോൾ പ്രതിപക്ഷത്ത് ഒരാളെ കൊണ്ട് നമ്മളിരുത്തേണ്ട സ്ഥിതിയാണിപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ. ഈ വേങ്ങരയിലൊന്നും ഒരു സീറ്റ് പോലും എവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF ഈ തവണ ജയിക്കും എന്നുള്ളത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ മാനിഫെസ്റ്റോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് നടപ്പിലാക്കും, യാതൊരു സംശയവും വേണ്ട. കാലത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കാലത്തിനനുസരിച്ചുള്ള ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ ഇവിടുന്ന് പഠനത്തിന് വേണ്ടി പുറത്തു പോകുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അങ്ങനെ പലതും. ഇന്ന് ബഹുമാനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും KM ഷാജിയും ഞാനും കൂടി ഇന്ന് രാവിലെ ഒരു ഡിസ്കഷൻ ഉണ്ടായി.
ആ ഡിസ്കഷനിൽ ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം ഇത് തന്നെയാണ്. അതിൽ പലതും നെക്സ്റ്റ് അടുത്ത നമ്മുടെ വികസനത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലാത്ത ആളുകളപ്പം ഇരിക്കുന്നു. IT-യിലൊക്കെ നമ്മൾ എന്തുമാത്രം കുതിപ്പുണ്ടാക്കിയതാണ് കേരളത്തിൽ. ഇപ്പം കേരളത്തിൽ കാണുന്ന എല്ലാ വലിയ മൈൽ സ്റ്റോണുകളും നമ്മളെ കാലത്ത് വന്നാണ്. കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു, 10 കൊല്ലമായി നിങ്ങൾ ഭരിക്കുന്നത്, ഞങ്ങൾ ഭരിച്ച സമയത്തുള്ളതൊക്കെ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയും. നിങ്ങൾ ഈ 10 കൊല്ലത്തിനുള്ളിൽ ചെയ്ത ഒരു കാര്യം, കാണാൻ മാത്രമുള്ള ഒരു കാര്യമൊന്ന് പറയാവോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല. ഇവിടെ ടെക്നോ പാർക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ്, എയർപോർട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, മെട്രോസ് നമ്മൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അങ്ങ് നോക്കുകയാണെങ്കിൽ മുഴുവൻ നമ്മളുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് അർഹമായ ഒരു നല്ല ഭരണം നമ്മൾ കാഴ്ചവെക്കും, ഒരു സംശയം വേണ്ട. അതിനിടയിൽ വഴിമുടക്കികൾ കുറേ ഉണ്ട്, അവരെയൊക്കെ തട്ടിമാറ്റി UDF മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമ്മളെ നേരിടാൻ മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞതുപോലെ ശത്രു ഇല്ലാത്തത് കൊണ്ട് ഇവിടെ സ്വതന്ത്രന്മാരെ നിർത്തുകയാണ്. അവർക്ക് ആളെ കിട്ടില്ല. ആളെ കിട്ടാത്തത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഓരോ സ്ഥലത്തും, ഇവിടെ ആയിട്ടല്ല, ഓരോ സ്ഥലത്തും സ്വതന്ത്രന്മാരെ നിർത്തി പോരാടുകയാണ്. ആ വക പരിപ്പൊന്നും ഇനി വേവൂല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. KM ഷാജിക്ക് വമ്പൻ ഭൂരിപക്ഷം കൊടുത്ത് കേരള നിയമസഭയിൽ നല്ല വാക്ചാതുര്യമുള്ള, കാലത്തിനനുസരിച്ചുള്ള നല്ലൊരു ജനപ്രതിനിധിയെ സംഭാവന ചെയ്യാൻ വേഗം മുന്നിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. അടുത്തതായിട്ട് മൈനോറിറ്റി കോൺഗ്രസിൻ്റെ സംസ്ഥാന ചെയർമാനും നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട മുൻ മന്ത്രി TH മുസ്തഫയുടെ മകനുമായിട്ടുള്ള പ്രിയപ്പെട്ട സാക്കിർ ഹുസൈൻ അവരുടെ ഹൃദയപൂർവ്വം 2 വാക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. നമസ്കാരം, അസ്സലാമു അലൈക്കും. കേരളം ജയിക്കും, UDF നയിക്കും. എന്തൊരു ഉഷാറ് കുറവ്. ഏതായാലും ഇനിയൊരു പ്രസംഗത്തില്ല. ഞാനിങ്ങനെ പറയായിരുന്നു, ഇമ്രാൻജി റെസ്പെക്റ്റഡ് ലീഡർ, നമ്മുടെ സ്റ്റാർ, അതിനൊപ്പം നിൽക്കുന്ന കുഞ്ഞാപ്പ, ഞങ്ങൾ പറയാത്തത് വളരെ സീനിയർ, ഒരു കാലഘട്ടത്തിന്റെ UDF-ന്റെ സ്ട്രെങ്തൻ ചെയ്യുന്ന, നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ നേതാക്കന്മാരും ഒക്കെ ജൂനിയറാണ്. ലീഡറൊക്കെ സന്തത സഹചാരിയായി നടക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വിനീതനാണ് ഞാൻ. ആ കാലഘട്ടം മുതൽ, ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ കേരള രാഷ്ട്രീയം നമ്മൾ കണ്ടവ. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിദാനം ചെയ്ത വേങ്ങരയുടെ മണ്ണ് ഇഫ്താറിന് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞൊരു സൗഭാഗ്യം കിട്ടി. 2000 പേരടക്കം ഇവിടുത്തെ ക്ലബ്ബുകള് ജാതിയുടെ, മതത്തിന്റെ, ഗോത്രത്തിന്റെ, വർണ്ണത്തിന്റെ, നിറത്തിന്റെയോ സമ്പത്തിന്റെയോ വ്യത്യാസമില്ലാതെ ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ. ഇവിടെ ഇബ്രാജി പറഞ്ഞു, ലോക സമസ്തോ സുഖനോ ഭവന്തു, തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ, തന്റെ വീടിന്റെ 40 വീടിന് ചുറ്റുപാടിൽ ഇല്ലാതിരിക്കെ ഞാൻ ഭക്ഷിച്ചാൽ അത് എന്റെ മതത്തിൽപ്പെട്ടവനല്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞാനും നിങ്ങളും സ്തംഭിച്ചു നിന്നു. എന്ന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഫാഷിസ്റ്റ് ശക്തികൾ അടരാടി ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞ വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച നമ്മളെ വർഗീയതയിൽ വേർതിരിച്ചു രാഷ്ട്രീയ ലാഭ്യം നേടി ഇവിടെ 3-2 ഭൂരിപക്ഷം നേടി ഇവിടെ ഒരു സർക്കാരിനെ രാജ്യത്ത് കൊണ്ടുവന്നു. ഇവിടെ ഭരണഘടന, ഇവിടെ അവരുടെ രീതിയിലോ ഫാസിസ്റ്റ് ശക്തികൾക്ക് വിഭാവനം ചെയ്തവിടത്ത് ഞാനും നിങ്ങൾ ഇറക്കുന്നു. ഇന്ത്യയുടെ യുവത്വത്തിന്റെ പ്രതീകം, നമുക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഇന്ദിരാഗാന്ധി, ആ യുവത്വത്തിന്റെ പ്രതീകമായ കുഞ്ഞാപ്പ ഇവിടെ പറഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് ആധുനിക കാലഘട്ടത്തിലേക്ക് നോളജ് ഇൻ യുവർ ഫിംഗർ ടച്ച്, ഇന്ന് ആ തലത്തിലേക്ക് എത്തിയ നമുക്ക് വേണ്ടി മരണപ്പെട്ട രാജീവ് ഗാന്ധി, ആ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മവുമായി രാഹുൽ ഗാന്ധി ചെറുപ്രായത്തിൽ അച്ഛന്റെ അമ്മയുടെ സ്നേഹം ലാടന ഏറ്റുവാങ്ങേണ്ട ആ രാഹുൽ ഗാന്ധി അന്ന് കൽക്കട്ടയിൽ നിന്ന് ആ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ബ്ലിറ്റ്സ് പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മൂമ്മ കൊല്ലപ്പെട്ടു,
നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്നേഹിക്കണ്ട ലാളിക്കണ്ട അച്ഛൻ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ജീവന് ഭീഷണിയില്ലേ? എന്ത് ചോദ്യം, രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, അന്നത്തെ ചെറുപ്പക്കാരൻ, ഇന്ത്യയോടായി അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രായം ഞാനും നിങ്ങൾ ഓർക്കണം, ഒന്ന് പറഞ്ഞു, എന്താണ്, എനിക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ചിതാഭസ്മമായി കടന്നു വരുമ്പോ ഏറ്റവും സാധാരണക്കാർ ഇതിനുമായി വന്ന് കാണുമ്പോ അവരുടെ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എന്റെ ജീവന് ഭീഷണിയുണ്ടെങ്കിലും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി മരണം വരെ പോരാടുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ നടത്തി സമയത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നിർത്തുക. ആ രാഹുൽ ഗാന്ധി ഇവിടെ എഴുതി തള്ളിയ ഈ രാജ്യത്തെ സ്നേഹത്തിന്റെ കടൽ തീർക്കാനായി KC വേണുഗോപാലും ഒരുമിച്ച് ഈ രാജ്യത്ത് കന്യാകുമാരിയിൽ നിന്ന് നടന്ന് കാശ്മീരെത്തി. ആ കാശ്മീരിൽ നിന്ന് പ്രിന്റ്, വിഷ്വൽ മീഡിയ എല്ലാം മാറ്റി നിർത്തുമ്പോൾ ഇന്ത്യ എന്ന മഹത്തായ സെക്യുലർ രാജ്യം UPA നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അലയൻസിൽ ഇന്ന് ബാബരി മസ്ജിദിന്റെ ഇഷ്യൂ ആണെങ്കിൽ അവിടെ പോലും ഒരു ജനാധിപത്യ മതേതരത്വ പാർലമെന്റ് അംഗത്തെ വിജയിച്ചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതീക്ഷ നൽകി ഇന്ത്യ മതേതര രാഷ്ട്രമാകും എന്ന് പറയുമ്പോ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഷാജിയെ കുറിച്ച് ഞാൻ ഓർക്കുന്നു, LLBക്ക് പഠിക്കുമ്പോ ഷിയാബ് തങ്ങളുടെ മകൻ ബഷീർ തങ്ങൾ ഒരുമിച്ച് ഞാൻ LLBക്ക് പഠിച്ചതാണ്. ആ സമയത്ത് ഷാജി വരുമായിരുന്നു റൂമില്. അന്നത്തെ ഷാജി ഇന്ന് വളർന്ന് പന്തലിച്ച് നമുക്ക് അഭിമാനമായി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇന്ന് പിണറായി വിജയനും മരുമോനുമെല്ലാം ഇവിടത്തെ റിസൾട്ടിനെ കാത്തുസൂക്ഷിക്കുമ്പോ ഇവിടെ നട്ടു വളർത്തിയ കുഞ്ഞാപ്പ പറഞ്ഞു, എനിക്കും വലിയ ഭൂരിപക്ഷത്തിൽ ഷാജിയെ വേങ്ങരക്കാർ വിജയിപ്പിക്കുമെന്ന് പറയുമ്പോ ഞാനിങ്ങനെ ആലോചിക്കാണ്, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപ് ജി സ്റ്റാർ ഇന്ന് ഇന്ത്യയിലെ തന്നെ അദ്ദേഹത്തേക്ക് നമുക്കറിയാം, ലക്ഷക്കണക്കിന് പേരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതാണ്. ഇവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഷാജിയുടെ മണ്ഡലത്തിൽ സാജു വളരെ പ്രയാസപ്പെട്ട് അത് ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഈ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ ആലോചിച്ച്, മഷായിൽ തോ നഹീ മകൾ ഹസീ ജബ് സെ ദേഖാ तेरे मुझको तुझको शाहरी आ गई. ബ്രാഞ്ചിനെ കാണുമ്പോ അങ്ങനെ നമുക്ക് അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. രണ്ട് സംസാരങ്ങൾ, ഒന്ന് നമ്മുടെ സ്ഥാനാർത്ഥി KM ഷാജി സാഹിബ്, മറ്റൊന്ന് ഷെരീഫ് കുറ്റൂര്. രണ്ട് സംസാരങ്ങൾ 10 മിനിറ്റ് വീതം ഉണ്ടാകും. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ പറയും. ഫോട്ടോ പൊസിഷൻ. ഷെരീഫ് കുറ്റൂർ, ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ 10 മിനിറ്റ് 15 മിനിറ്റോളം സംസാരിക്കും. സാദരം ക്ഷണിക്കുകയാണ്. ഒരു കാര്യം ഞാൻ മറന്നു, നമ്മുടെ ആലിയാപ്പക്ക മൈനോറിറ്റിയുടെ ജില്ലാ ചെയർമാൻ വളരെ ഈ കാര്യത്തിലൊക്കെ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയാണ്. അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തും.
നമ്മുടെ പ്രസംഗം തുടരേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയമുള്ളൂ. ഷെരീഫ് കുറ്റൂർ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ സമയം മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത്. വളരെ പ്രൗഢമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. ഷാജിക്ക, നിങ്ങളോട് ഒരു 10 മിനിറ്റ് സംസാരിക്കേണ്ടതുമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അദ്രൈമ നഗർ പഞ്ചായത്തിൽ നിന്ന് നാളെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, പാണക്കാട് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വേങ്ങരക്ക് സമ്മാനിച്ചത് കേരളത്തിൽ UDF അവതരിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി KM ഷാജി സാഹിബിനെയാണ്. സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയായി ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് വേങ്ങരയിലെ ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ടറായിരിക്കുക എന്ന് മാത്രമാണ്. അതൊക്കെയാണ് അവരുടെ ചിന്ത. പക്ഷേ നട്ടെല്ലുള്ള, നിലപാടുള്ള, ധീരനായ, തൻ്റേടിയായ, തെറ്റുകളോട് തെറ്റുകയും അരുതായ്മകളോട് കലഹിക്കുകയും ചെയ്യാൻ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച, വികസന കാഴ്ചപ്പാടുള്ള, അതിപ്രഗത്ഭനായ ഒരു ചെറുപ്പത്തെയാണ് വേങ്ങര മത്സരിപ്പിച്ചത്, UDF വേങ്ങരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതാണ് KM ഷാജി സാഹിബ് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. യുവാക്കളുടെ ഒരു ഇളക്കം വേങ്ങരയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് തീർച്ചപ്പെടുത്തി പറയുന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ നിന്ന് പ്രസംഗിച്ച് വേദി വിട്ട് പോയി, തൻ്റെ തിരക്കിലേക്ക് തിരിച്ചു പോയി. അദ്ദേഹത്തിന് ഇത്രയും കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ
5 വർഷമാണ് UDF കയ്യിൽ ഭരണം ഉണ്ടായിരുന്നത്. ആ 5 വർഷം കൊണ്ട് നമ്മൾ കടലുണ്ടി പുഴയ്ക്ക് കുറുകെ 7 പാലങ്ങൾ ഉണ്ടാക്കി. ഈ 6 പഞ്ചായത്തിലെയും കുടിവെള്ളക്ഷാമം നമ്മൾ പരിഹരിച്ചു. നമ്മുടെ വൈദ്യുതി ക്ഷാമം തീർക്കാൻ വേണ്ടി നമ്മളവിടെ സബ്സ്റ്റേഷൻ കൊണ്ടുവന്നു. പോയി നോക്കിയാൽ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഈ വേങ്ങര നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡ് മുഴുവൻ റബ്ബറൈസ്ഡ് ആണ്. ഞാൻ വെല്ലുവിളിക്കണത്, ഇങ്ങനെ ഒരു നിയോജക മണ്ഡലം വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ്. അത്ര വലിയ ഡെവലപ്പ് ഇവിടെ നടന്നു. പിന്നെ അങ്ങനെ ഒരു ഭാഗത്ത് നമ്മുടെ ജനപ്രതിനിധികൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റമില്ലാത്ത കരുണയുടെ ഒരു കടൽ, കാരുണ്യത്തിൻ്റെ ഒരിക്കലും പറ്റാത്തൊരു നീരുറവ വേങ്ങരയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അതെന്തെന്നറിയോ നിങ്ങൾ? ഇവിടെ ഡയാലിസിസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഡയാലിസിസിന്റെ പിന്നിയ നൂൽക്കെട്ടുകൾക്കകത്ത് ജീവിതം തളച്ചിടപ്പെട്ട 100 കണക്കിന് മനുഷ്യർ അവിടെ വന്ന് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡയാലിസിസ് സെന്ററുകൾ നടത്തുന്നവരാണ്. 5 ഫിസിയോതെറാപ്പി സെന്ററുകളാണ് ഈ വേങ്ങര നിയോജക മണ്ഡലത്തിൻ്റെ അകത്ത് സൗജന്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ആംബുലൻസുകളാണ് സേവനത്തിന് വില പറയാതെ ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാരും സേവനത്തിന് വില പറയുന്നില്ല. അവിടെ ചേറ്റിപ്പുറത്ത് അലിവിന്റെ ഒരു എബിലിറ്റി പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. 100-ലേറെ ഓട്ടിസം ബാധിച്ച കുട്ടികളും ഭിന്നശേഷിക്കാരും അവിടെ സന്തോഷത്തോടു കൂടി പഠിക്കാൻ വേണ്ടി വരുന്നു. ഇതിനിടയിൽ നമുക്കൊരു 2 ഏക്കർ പറമ്പ് വാങ്ങിയിടാൻ സമയം കിട്ടിയില്ല. അതാണ് ഇപ്പം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പോരായ്മ അതായിപ്പോയി. ഇതൊക്കെ നടത്തുന്നുണ്ട് ഞങ്ങൾ, പക്ഷെ റീൽസ് ആക്കിയില്ല. ഞങ്ങൾക്കതിന് റീച്ച് ആവശ്യമുണ്ടായിരുന്നില്ല. ഇതൊക്കെ നടത്തുന്ന ഒരു വലിയ കാരുണ്യ സംരംഭങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ വേറെ ഒരു സ്ഥലത്തുനിന്ന് ഉറക്കെ പറയണ്, ഞാൻ മൈലാഞ്ചി ഇടൽ മത്സരം സംഘടിപ്പിച്ചില്ലേ എന്ന്, ഞാൻ വലിയ കേക്ക് ഉണ്ടാക്കിയില്ലേ എന്ന്, ഞാൻ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയില്ലേ എന്ന്. ഇപ്പുറത്തൊരു മൈതാനത്ത് നിന്ന്, ഗാലറിയിൽ നിന്ന് ആരവങ്ങൾ ഉയരുമ്പോൾ അതാ അങ്ങേ അറ്റത്തപ്പുറത്ത് നിന്ന് ഓട്ടിസം ബാധിച്ച ഒരു പൊന്നുമോനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ അലിവിൻ്റെ പടവുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾക്കതിലാണ് സന്തോഷമെന്ന് തീർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വോട്ട് ചെയ്യുന്നതും മാർക്കിടുന്നതും ഏത് സേവനത്തിനാണ്? ഏത് സേവനത്തിനാണ് മാർക്കിടുന്നത്? പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് 9-ാം തീയതി തീരും. വേങ്ങര ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് മതസ്ഥർ തിങ്ങി പാർക്കുന്നൊരു ഭൂമിയാണ്. ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കരുത്, അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങൾ ഇരിക്കുന്ന സാജി സാഹിബ് ഉണ്ടല്ലോ, തീവ്രവാദത്തിനെതിരെ ഇത്ര ശക്തമായി പ്രതിരോധിച്ച, പ്രസംഗിച്ച, പ്രവർത്തിച്ച വേറെ ഒരാളെ പേര് പറയുമോ നിങ്ങൾ? ഒരാളെ പേര്? എൻ്റെ ജീവിതം തന്നെ അതിന് ഒഴിഞ്ഞു വെച്ച്, എന്നിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്, പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പോക്ക് എങ്ങണ്ടാന്ന് അറിയോ നിങ്ങൾ? വേങ്ങര നിയോജക മണ്ഡലത്തിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങുന്ന സ്ഥാനാർത്ഥി KM ഷാജി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കപട തെറ്റിദ്ധാരണകൾ എല്ലാം വേങ്ങരയിലെ ജനങ്ങൾ പൊളിച്ചെയ്തു. ഇത്ര ഉത്ബുദ്ധരായ മനുഷ്യരെയാണല്ലോ ഈ ചെറുതാക്കി കാണാൻ ആഗ്രഹിക്കുന്നത്. അവർക്കെല്ലാവർക്കും നല്ല തൻ്റെ ഇടമുണ്ട്, വിദ്യാസമ്പന്നരാണ്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ശേഷിയുണ്ട്. അതുപയോഗിച്ച് അവർ 9-ാം തീയതി വിധി എഴുതുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഈ ജൈത്രയാത്ര KM ഷാജി എന്ന് പറയുന്ന ധീരനായ ഒരു പോരാളിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ യാത്ര കേരളത്തിൻ്റെ നിയമസഭയിൽ എനിക്ക് നിങ്ങൾക്കൊരു സത്യം അറിയാം, പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് KM ഷാജി എന്ന നമ്മുടെ കാൻഡിഡേറ്റിനെയാണ്. അതുകൊണ്ട് AKG സെന്ററും ആക്രമിച്ചേക്കാം, മാരാർജി സെന്ററും ആക്രമിച്ചേക്കാം. അവർ രണ്ടാളും സംയുക്തമായിട്ട് ഒരുമിച്ച് ആക്രമിക്കുന്ന സ്ഥാനാർത്ഥി KM ഷാജി ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രൊഫൈലുകളിൽ നിന്നൊക്കെ വരുന്ന മെസ്സേജുകൾ കാണുന്നില്ലേ? കേരളം മുഴുവനുള്ള CPM-ന്റെ സൈബർ പോരാളികൾ ഇപ്പോൾ ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ സ്ഥാനാർത്ഥിയെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്.
പക്ഷേ ഞാൻ ഷാജി സാഹിബിന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ, ഈ 100 കണക്കിന് ചെറുപ്പക്കാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് കൊടുത്തിരിക്കുന്നു, നിങ്ങൾ വന്നിറങ്ങിയിരിക്കുന്നത് വേങ്ങര എന്ന സ്നേഹക്കടലിലേക്കാണ്. അഭിമാനത്തോടെ നിങ്ങൾ ഏറ്റെടുത്ത് ഈ ജനത റെക്കോർഡ് ഭൂരിപക്ഷം നൽകി അങ്ങയെ ഞങ്ങളുടെ നിയമസഭാംഗമാക്കി മാറ്റും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ അങ്ങ് വേങ്ങരയിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് UDF. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി KM ഷാജി അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. UDYFയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഞാൻ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യാണ്. വോട്ട് ചോദിക്കുക എന്നുള്ള കടമ മാത്രമാണ് നിർവഹിക്കാനുള്ളത്. ഞാനിവിടെ വേങ്ങരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട് ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യം, അവർ പറഞ്ഞത് വേങ്ങര ഒരു ഷാജിക്ക് നല്ലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ചെറിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അധികം പ്രയാസമൊന്നുമില്ല, ഇവിടെ പോകാനൊന്നുമില്ല, ചെറിയ മണ്ഡലമാണ് എന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേങ്ങരയുടെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് വേങ്ങര ഒരു ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. ഇന്ന് രാവിലെ തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞ അതെ, അതൊരു ചെറിയ മീനല്ല, വലിയ മീൻ തന്നെയാണ്. പക്ഷേ ഈ വലിയ കോൺസ്റ്റിറ്റ്യുവൻസിയെ വളരെ ബുദ്ധിപരമായി ഒരു നല്ല പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങിലൂടെ മനോഹരമായി ചെറുതാക്കുകയാണ് നമ്മുടെ ആദരണീയനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്തത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ കടലുണ്ടി പുഴയിൽ ഈ പാലങ്ങൾ ഷെരീഫ് പറഞ്ഞ പോലെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ മണ്ഡലത്തിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ കിലോമീറ്ററുകൾ എടുക്കണമായിരുന്നു. അതിനു പകരം 1 മിനിറ്റ് കൊണ്ട് അപ്പുറമെത്താവുന്ന തരത്തിൽ പാലങ്ങൾ ഉണ്ടാക്കി വേങ്ങരയുടെ ഇന്റർ കണക്ടിവിറ്റിയെ മനോഹരമാക്കി ഈ മണ്ഡലത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ കാലയളവിലാണ്. അത് ഒരു ചെറിയ വിഷയമല്ല, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമാണ്. ഇന്ന് രാവിലെ നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ അതിരാവിലെ കുറച്ചു നേരം ഇരിക്കുകയുണ്ടായി. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്താണ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾ ഓർമ്മിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു ടോളറൻസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു വകുപ്പ്, സഹിഷ്ണുതയുടെ ഒരു വകുപ്പ്, പാരസ്പര്യം കൊണ്ട് വരേണ്ടുന്ന ഒരു വകുപ്പ് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവണമെന്ന്. ലോകത്തിലെ മറ്റ് ഒരുപാട് രാജ്യങ്ങളിലുള്ള ഈ വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വെറുപ്പ് മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത്, പരസ്പരം മനുഷ്യരെ തല്ലിക്കാൻ മതവർഗീയ സംഘടനകൾക്ക് വേര് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലത്ത് നമുക്ക് വേണ്ടത് സഹിഷ്ണുതയുടെ ഒരു വകുപ്പ് തന്നെയാണ്. തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, GDPയുടെ വളർച്ച കൊണ്ടല്ല ഒരു രാജ്യത്തെ പുരോഗതിയെ അളക്കേണ്ടത്, മറിച്ച് ആ രാജ്യത്ത് നിൽക്കുന്ന ഹാപ്പിനെസ് കൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്, ആഹ്ലാദം കൊണ്ടാണ്. ഈ നാട്ടിൽ രാഷ്ട്രീയം, നേരത്തെ പലരും പറഞ്ഞു, രാഷ്ട്രീയം സമഗ്രമായി ചർച്ച ചെയ്യപ്പെടട്ടെ, നാടിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. ആരൊക്കെ ഏതെല്ലാം തരത്തിൽ നമ്മുടെ കണ്ണിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഇവിടെ. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഈ ദിവസത്തിൻ്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങളുടെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചില സഖ്യങ്ങളെ എത്ര മ്ലേച്ഛമായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്, എത്ര മ്ലേച്ഛമായിട്ടാണ്.
കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാൾ ഒരു ഉപാധിയും പറയാതെ ഞാനപ്പാ ആ മുന്നണിയെ വിട്ടു എന്ന്, ഞാൻ ഇനിമേൽ അവരുടെ സ്ഥാനാർത്ഥി അല്ലെന്ന്, ഞാൻ അവരുമായി തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് എന്ന് ഒന്നും പറയാതെ അടപടലം എല്ലാ പ്രസംഗത്തിലും അയാൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നപ്പോൾ കിട്ടിയ വോട്ട്, LDFന് കിട്ടിയ വോട്ട്, ഇതിനർത്ഥം എന്താണ്? സഖ്യമാവുകയാണ് എന്നാണ്. സഖ്യമാവുകയാണ്. എങ്ങനെ? എനിക്ക് SDPIയുടെ സഹായത്തോടു കൂടി നിന്നപ്പോൾ കിട്ടിയ വോട്ട്, ഇനിയിപ്പോൾ ഞാൻ നിൽക്കാൻ പോകുമ്പോൾ LDFന് കിട്ടിയ വോട്ട്, 2 വോട്ടും ഒരു പെട്ടിയിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഇതിനാണ് സഹോദര രാഷ്ട്രീയ സഖ്യം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വേങ്ങരക്കാരോട് പറയാണ്, ഇതിനാണ് ഈ സഖ്യം എന്ന് പറയുക. എന്നിട്ട് ഈ നാട്ടിൽ പാവം സഖാക്കൾ ഒരുപാട് പേരുണ്ട്, ആത്മാർത്ഥമായി ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ. അവരെ മുഴുവൻ വിഡ്ഢിയാക്കിയിട്ട് നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രം വരേണ്ടിടത്ത് കത്രിക തന്നെ വന്നു. ഏതാ ഈ കത്രിക? കേരളത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പട്ടുനൂലറുക്കാൻ മതതീവ്രവാദികൾ കൊണ്ടു നടക്കുന്ന കത്രിക, കേരളത്തിലെ എല്ലാ SDPIയുടെ സ്ഥാനാർത്ഥിയുടെയും കത്രിക ഇതാ ഇവിടെയും ഇടതുപക്ഷത്തിന്റെ ചിഹ്നമാക്കിയെടുത്തിരിക്കുന്നു. അതിന് വിശദീകരണം പറഞ്ഞതെന്നറിയോ? ഞാൻ കത്രിക അല്ലായിരുന്നു ആവശ്യപ്പെട്ടത്, ഫുട്ബോളാണ്. ഈ ആവശ്യപ്പെടുന്ന സാധനം കിട്ടാൻ ഇത് സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണ്? ഇതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന അതിനകത്തുള്ള ചിഹ്നല്ലേ കിട്ടുള്ളൂ. കത്രിക, സോപ്പ് എന്നൊക്കെ പറയാൻ നിങ്ങൾ എന്തിനാണ് ഈ ഇങ്ങനെയുള്ള ചിഹ്നമൊക്കെ തിരഞ്ഞെടുക്കുന്നത്? കത്രികയും സോപ്പും ക്ലോസറ്റും ഒക്കെ നോക്കുന്നത് എന്തിനാണ്? CPMകാരൻ നിങ്ങൾക്കൊരു പാർട്ടിയല്ലേ, നിങ്ങൾക്കൊരു ചിഹ്നമില്ലേ? ചോദിച്ചാൽ കിട്ടില്ലേ? ആ ചിഹ്നം വാങ്ങിയാൽ പോരെ? അതല്ലേ നല്ലത്. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, ഇത് ചെറിയ കളിയല്ല നിങ്ങൾ കളിക്കുന്നത് ഇടതുപക്ഷക്കാരാ. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾ എല്ലാവരെയും കൂട്ടുപിടിക്കും. കാസർഗോഡ് മത്സരിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ BJPയുമായി ധാരണയിലെത്തിയിരുന്നു തോൽപ്പിക്കാൻ പറ്റുമെന്ന്, ഇല്ലേ? ഇവിടെ വന്നപ്പോൾ BJP അല്ല, SDPI. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഈ രാജ്യത്തിലെ മതേതരത്വത്തിന് വേണ്ടി പൊരുതി നിൽക്കുന്നവരാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഭയപ്പെടുത്തിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവിയോ ജയമോ വെച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ പിറകോട്ട് വലിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, കഴിഞ്ഞ 5 വർഷം ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു, നിയമസഭയിൽ ഇല്ലായിരുന്നു. എന്നിട്ട് ഷാജിയെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം മറന്നോ? പോരാട്ടം കുറച്ചോ? 17 കേസുകളാണ് കഴിഞ്ഞ 5 വർഷം മുമ്പ് എൻ്റെ പേരിൽ ഉണ്ടായിരുന്നത്. ഒരു പിണറായി വിജയന്റെയും അയാളുടെ ഏതെങ്കിലും ഒരു താഴെത്തട്ടിലെ അനുയായിയുടെയും പിറകിൽ പോവാതെ പൊരുതിയിട്ടാണ് ആ കേസുകളെ ഞാൻ കോടതിയുടെ മുമ്പിൽ തോൽപ്പിച്ചു കളഞ്ഞ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഈ SDPI അല്ല, ഏറ്റവും ഭീകരമായ സംഘടനയായ RSS തന്നെ കൂട്ടുപിടിച്ചാലും ശരി, ഞങ്ങളുടെ ഒരു രോമത്തെ തൊടാനുള്ള ധൈര്യമൊന്നും നിങ്ങൾക്ക് ഇപ്പോഴുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ധീരന്മാരെ, നിലപാടുകൾ സ്വീകരിക്കുന്നവരെ, പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടിയെ നിങ്ങൾക്കങ്ങനെ തോൽപ്പിക്കാനാവില്ല. ഇതെന്തിനാണെന്നറിയോ? ഞാനിതാ വളരെ ഔദ്യോഗികമായി പറയുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് SDPIയുടെ നേതാക്കന്മാർ ജയിലിലാണ്. ഞങ്ങൾക്കതിൽ സന്തോഷമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല. അവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് കേസിൽ ലഘൂകരിക്കാൻ, മോദിയോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരാളേ ഉള്ളൂ കേരളത്തിൽ. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. മോദിയോട് SDPIക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല CJPക്കാരൻ അത് സഖാവ് പിണറായി വിജയനാണ്. ഇത് ഡീലാണ്. SDPI നേതാക്കന്മാർക്കെതിരെയുള്ള കള്ളക്കേസുകളെ BJP പിൻവലിക്കാൻ കേരളത്തിലെ SDPIയുടെ പിൻബലം CPM വിലക്കു വാങ്ങിയതാണ്. തീക്കൊള്ളി കൊണ്ടാണ് സഖാവ് പിണറായി വിജയ ഈ കളിക്കുന്നത്. ഇത് വർഗീയതയാണ്. നിങ്ങൾ ഈ കളിക്കുന്ന കളിക്ക് കേരളത്തിലെ വേങ്ങരയിലെ സഖാക്കൾ, വേങ്ങരയിലെ മനുഷ്യർ
തരുന്ന അടിയുണ്ടല്ലോ, അത് താങ്ങാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടാവില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് കോണിയടയാളത്തിൽ വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഈ പരിപാടിക്ക് ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ട്രഷറർ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നൗഫലിനെ ആർദ്രപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി.